എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ഈശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 29, 15 ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ദേവഹൂതി കപില മഹാദേവനോട് വാസുദേവനോട് ചോദിക്കുകയാണ് ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട്. പല വിധത്തിലുള്ള ഭക്തി, യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ദേവഹൂതി ചോദിച്ചു. അപ്പോൾ ഭഗവാൻ കപില മഹർഷി അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്തി തന്നെ പല വിധത്തിലുണ്ട്. മനുഷ്യൻ്റെ സ്വഭാവം പലവിധമാണ്. ത്രിഗുണാത്മകമായതുകൊണ്ട് പലവിധമാണ് മനുഷ്യൻ്റെ സ്വഭാവം. അതുപോലെ തന്നെ ഭക്തിയും പല വിധത്തിലാണ്. രണ്ട് വിധമായിട്ട് ഭക്തി, ആളുകൾ സ്വീകരിക്കുന്ന ഭക്തി പല വിധത്തിലാണ്. പക്ഷെ രണ്ട് വിധത്തിലാണ് ഭക്തി ഉള്ളത്. ഒന്ന് സഗുണാരാധനയും സഗുണഭക്തിയും, രണ്ട് നിർഗുണഭക്തി. സഗുണഭക്തി എന്നാൽ ഒരു വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ട് ആരാധിക്കാം. പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നത് സഗുണഭക്തി. നിർഗുണഭക്തി എന്ന് പറഞ്ഞാൽ നിർഗുണം, ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം. നിർഗുണം, ഗുണങ്ങളിൽ നിന്ന് മുക്തമായത്. ഗുണം എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണം. ആ ഗുണങ്ങളിൽ നിന്ന് മുക്തമായതെന്ന് വെച്ചാൽ ഗുണങ്ങളോട് ചേർന്നതാണല്ലോ ശരീരം. ശരീരത്തിൽ നിന്ന് മുക്തമായ ചൈതന്യത്തെ എന്ന് വെച്ചാൽ ആത്മാവ്, പരമാത്മാവ് എന്ന സങ്കല്പം. അപ്പോൾ അവിടെ രൂപമില്ല. പക്ഷേ ആ ഈശ്വരനെ, ജീവാത്മസ്വരൂപനെ സർവചരാചരങ്ങളിലും, ഒരു കൃമികീടമാറ്റം മുതൽ ഏറ്റവും വലിയ വിരാട് സ്വരൂപ വരെ ഇരിക്കുന്നത് ആ ജീവാത്മസ്വരൂപനാണ്, ആ ഭഗവാനാണ് എന്ന് കണ്ടുകൊണ്ടുള്ള ഭക്തി. അതാണ് നിർഗുണ ഭക്തി. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള ഭക്തിയാണ്. ഇതിൽ തന്നെ സഗുണഭക്തി തന്നെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതാണ് താമസഭക്തി, രാജസിക ഭക്തി, സാത്വിക ഭക്തി എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനും മറ്റുള്ളവരെ ക്രൂരമായി കൊന്നൊടുക്കിയും അവനവൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെന്ന അഹങ്കാര ചിന്തയോടുകൂടി ഈശ്വരനെ മറ്റുള്ളവർക്ക് ദോഷം വരുത്താൻ വേണ്ടി ഈശ്വര ശക്തിയെ ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ഊർജത്തിൻ്റെ കുഴപ്പമല്ല, ഉപയോഗിക്കുന്ന വ്യക്തി ആ ശക്തിയെ നെഗറ്റീവായ രീതിയിലേക്ക് ഉപയോഗിക്കപ്പെടുമ്പോൾ അവർ ചെയ്യുന്നതും പൂജാദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ട് വിഗ്രഹത്തിൽ പൂജിക്കുകയാണ്. പക്ഷേ അത് ഭക്തി എന്ന ഭാവം മാത്രമാണ്, ഭക്തിയല്ല. അതാണ് താമസിക ഭക്തി എന്ന് പറയുന്നത്. ഇനി മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ട, സ്വന്തമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, സുഖമായ ജീവിതം ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ച് പൂജിച്ചാരാധിക്കുന്ന ഭക്തൻ രാജസിക ഭക്തൻ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത, അവിടെ ഞാൻ പൂജിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ഈശ്വരൻ വേറെ, ഞാൻ വേറെ, ഈശ്വരൻ വേറെ. അദ്വൈതഭാവത്തിൽ നിന്നുകൊണ്ടുള്ളതാണ് സഗുണ ഭക്തി. സഗുണഭക്തി എന്ന് പറയുന്നത് ദ്വൈതഭാവമാണ്. കാരണം ഒരു വിഗ്രഹത്തിലാണ് ഈശ്വരനെ കാണുന്നത്, അവനവനിലല്ല, പുറത്താണ് ഈശ്വരനെ കാണുന്നത്. എങ്കിൽ പോലും അതിലുമുണ്ട് താമസികവും രാജസികവും സാത്വികവും. ഇനി സാത്വിക ഭക്തി എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട്, എന്നാൽ കർമ്മം ചെയ്ത് സകലതും ഈശ്വരനിൽ സമർപ്പിച്ച് ജീവിക്കുന്നു. ലക്ഷ്യം എന്താ? പുനർജന്മങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി ഈശ്വരപ്രാപ്തി നേടണം, മോക്ഷത്തെ പ്രാപിക്കണം എന്ന ലക്ഷ്യം വെച്ച് ഒരു വിഗ്രഹത്തിലെ ഈശ്വരനെ കണ്ടുകൊണ്ട് ഉപാസിക്കുക, ആരാധിക്കുക. അതാണ് സാത്വികമായ ഭക്തി എന്ന് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ മൂന്നിലും വരുന്ന വ്യത്യാസം എന്താ? ഭക്തന്റെ മനോഭാവമാണ് അതിനവിടെ വ്യത്യാസം വരുന്നത്. പക്ഷെ മൂന്നിലും വരുന്ന ഏകത്വം എന്താ?
മൂന്നിലും ഭേദചിന്തയുണ്ട് അല്ലേ? ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന ദ്വൈതഭാവമാണ് ഈ 3 ഭക്തിയിലും. സഗുണ ഭക്തിയുടെ 3 തരത്തിലുള്ള ഭക്തിയിലും വരുന്നത് ഇതിൽ വരുന്ന ഒരേ ഒരു ഏകഭാവം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ദ്വൈതമാണ്, ദ്വൈതഭാവം. രണ്ടെന്ന രീതിയിൽ ഞാൻ വേറെ ഈശ്വരൻ വേറെ, ഭക്തൻ വേറെ ഭഗവാൻ വേറെ എന്ന ഭാവത്തോടു കൂടിയുള്ള ആരാധനയാണ്. ഇനി ഇത് മൂന്നിലിൻ്റെ ഇതിൽ വ്യത്യാസം വരുന്നത് എന്താ? ഇത് ഈ സഗുണ ഭക്തി ചെയ്യുന്ന ഓരോ ഭക്തൻ്റെയും മനോഗതം അനുസരിച്ച് അത് സാത്വികവും രാജസികവും താമസികവുമാകുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്നാൽ നിർഗുണ ഭക്തിയിൽ ഇതൊന്നും ഇല്ല. കാരണം രൂപത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുമ്പോഴേ ഭേദചിന്തയുള്ളൂ. രൂപമില്ലെങ്കിലോ? രൂപത്തിനാണല്ലോ വ്യത്യാസം അല്ലേ? മനുഷ്യര് തന്നെ കണ്ട കോടാനുകോടി ജനങ്ങളുള്ളതിൽ എല്ലാവരും വ്യത്യസ്തരാ. എവിടെയെങ്കിലും കൊണ്ടോ കുറേയൊക്കെ സാദൃശ്യം ഉണ്ടെങ്കിൽ പോലും എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ രൂപത്തിൽ വ്യത്യസ്തരായിരിക്കും അല്ലേ? അപ്പം രൂപത്തിലാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ മനസ്സിൻ്റെ ചിന്തകളിലാണ് വ്യത്യാസം വരുന്നത്. ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യത്തിന് ഒരു വ്യത്യാസമില്ല. അത് വിശാലമായ ആകാശം പോലെ. ആകാശത്തിൽ നിറയെ പാത്രം വെച്ചിരിക്കുന്ന, ഓരോ ഷേപ്പുള്ള പാത്രം വെച്ചിരിക്കുന്ന പോലെ. പാത്രം പൊട്ടിയാൽ പാത്രത്തിനകത്തും പുറത്തും നിൽക്കുന്ന കുഞ്ഞാകാശവും വലിയ ആകാശവും ഒന്നാകുന്നു. പാത്രത്തിനിരിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ഷേപ്പ് പോലെ ഉള്ളിലിരിക്കുന്ന ആകാശം തോന്നുന്നു. അതാണ് എൻ്റെ ഷേപ്പ് എന്ന് തോന്നുന്നു. പാത്രം പൊട്ടിയാൽ കഴിഞ്ഞു, വിശാലമായ ആകാശവും ഇതും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ സർവ്വചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ഒരേ ചൈതന്യം. സർവ്വചരാചരങ്ങളുടെയും ശരീരത്തിന് ശക്തി നൽകിയ, ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതി. സർവ്വചരാചരങ്ങളുടെയും ആ ശരീരം ഉണ്ടായത് മായയുടെ ത്രിഗുണങ്ങളിൽ നിന്നും പഞ്ചഭൂതങ്ങളിൽ നിന്നും, ഒരേ പഞ്ചഭൂതങ്ങളിൽ നിന്നും. അപ്പോൾ പിന്നെ എന്താ വ്യത്യാസം? ഈ തലത്തിൽ മനസ്സെത്തിയ ഭക്തനാണ് നിർഗുണ ഭക്തൻ എന്ന് പറയുന്നത്. എന്ന് കരുതി സഗുണ ഭക്തി വേണ്ട, വിഗ്രഹാരാധന വേണ്ട എന്നല്ല, അതാണ് തുടങ്ങുന്നത്. ഒരാൾക്കും ജനിച്ച വഴിക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പറ്റില്ലല്ലോ. LKG പഠിച്ച് UKG 1, 2, 3, 4 കഴിഞ്ഞാണ് 10ലെത്തി SSLC പരീക്ഷ എഴുതുന്നത്, ഒരു ബോർഡ് എക്സാം എഴുതുന്നത്. അല്ലാതെ സ്കൂളിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ ഓടിപ്പോയി ബോർഡ് എക്സാം എഴുതാൻ പറ്റുമോ? അതിലേക്ക് അവൻ്റെ മനസ്സും ബുദ്ധിയും പാകപ്പെടണ്ടേ? അതിന് LKG തൊട്ട് അവൻ പഠിച്ചു വരണം. അപ്പം സഗുണ ഭക്തിയിൽ നിന്നാണ് ഓരോ ഭക്തനും ഭക്തി ആരംഭിക്കുന്നത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഭഗവത് തത്വത്തിൽ, ഭഗവാന്റെ ലീലകളിൽ ചെറുപ്പം തൊട്ടേ മുത്തശ്ശിമാരും അപ്പൂപ്പ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ അമ്മ അച്ഛനും പറഞ്ഞു കൊടുക്കുന്ന ഈശ്വരൻ്റെ കഥകൾ, കൃഷ്ണൻ്റെ കഥകൾ, ഗുരുവായൂരപ്പൻ്റെ കഥകൾ, അല്ലെങ്കിൽ മഹാദേവന്റെ കഥകൾ, മഹാദേവന്റെ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതിയുമ്പോൾ ചെറുപ്പം തൊട്ടേ ആ ഭഗവാനോട് ഒരു ഇഷ്ടം വരും. അപ്പോൾ അതും ഈ രൂപത്തിലിരിക്കുന്ന ഭഗവാന്മാരൊക്കെ രൂപങ്ങളുണ്ടായത് എങ്ങനെയാ? ത്രിഗുണത്തിൽ നിന്നാണ്. അപ്പോൾ ഓരോ ഭഗവാനും ഓരോ ശീല അല്ലേ? ഇപ്പം മഹാദേവൻ തമോ ഗുണിയാണെങ്കിൽ മഹാവിഷ്ണു രജോഗുണി, സത്വഗുണി, ബ്രഹ്മാവ് രജോഗുണി, അങ്ങനെ ഓരോ ദേവന്മാരും ഓരോ ഗുണത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഗുണത്തിനോട് അനുയോജ്യമായ സ്വഭാവമുള്ളവർക്ക് ആ ദേവനെയായിരിക്കും ഇഷ്ടം. ഇപ്പം ചിലർ മഹാദേവന്റെ ഭക്തരായിരിക്കും, ചിലർ മഹാവിഷ്ണുവിൻ്റെ, ചിലർ ഗുരുവായൂരപ്പൻ്റെ. അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ ദൈവങ്ങളോട്, അതായത് അവരുടെ മനസ്സ് ഏത് ഗുണമാണോ അതേ ഗുണമുള്ള ഭഗവാനോടാണ് ഒരു ഇഷ്ടം കൂടുതൽ, മമത തോന്നാം. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തരായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അവനവൻ്റെ മനസ്സിൻ്റെ അടുപ്പം എങ്ങനെയാണോ അതേ മനസ്സും അതേ സ്വഭാവ ഗുണങ്ങളും അതേ കഥകളും ഒക്കെ ചെറുപ്പം തൊട്ടേ കേട്ട് വളരുന്ന ഭഗവാന്റെ രൂപത്തിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെയുള്ള ഒരു ഭക്തി വന്ന് ആ ഭക്തി വളർന്ന് വന്ന് എന്നാൽ സദാ ഓർമ്മ വെച്ച കാലം തൊട്ട് മരിക്കണ വരെ, വയസ്സാവുന്നവരെ ഈ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചും പായസം കൊണ്ട് വെച്ചും ഭഗവാനെ പൂജിച്ചിരിക്കുകയാണ് വേണ്ടത്? അല്ല. അപ്പോൾ ആ സഗുണ ആരാധനയിൽ നിന്നും വളർന്ന്, കാരണം നമ്മൾ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും കുറേ വർഷം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ജയിച്ച് മുന്നോട്ട് പോകണം. അവിടെ തന്നെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ആ ഭഗവാന്റെ തത്വം അറിഞ്ഞ് ഇപ്പം ഭഗവാന്റെ കഥകളിലൂടെ ഭഗവാന്റെ തത്വത്തെ അറിയണമെന്ന്, ഈശ്വര തത്വം എന്താണെന്ന് അറിയണം. ഈശ്വരൻ്റെ ശരീരരൂപത്തിൽ അവതരിച്ച കഥകൾ മാത്രം കേട്ട് രസിച്ചിരിക്കുകയല്ല, ഈശ്വര തത്വവും എന്താണെന്ന് അറിഞ്ഞ് അങ്ങനെ
ആ ഈശ്വര തത്വത്തിൽ മനസ്സ് ലയിക്കുമ്പോൾ സഗുണഭക്തി നിർഗുണഭക്തിയായി പോകും. ഇപ്പം നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ ഭഗവത് കഥകളും മഹാത്മ്യ കഥകളും മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്, അതോടൊപ്പം ഭഗവത് തത്വം കൂടിയും നമ്മൾ കേൾക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്ക് കഥകളിൽ മാത്രമല്ല നമ്മുടെ മനസ്സ്, ഓരോ കഥകളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ തത്വത്തെ, ആ സത്യത്തെ കൂടി നമ്മൾ, ഈശ്വര തത്വത്തെ കൂടി നമ്മൾ ഭാഗവതത്തിലൂടെ അറിയുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞു പോയിട്ട് സഗുണഭക്തിയിലൂടെ നിർഗുണത്തിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ഒരു ഭക്തന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ നിർഗുണ ഭക്തി, അപ്പൊ ആ ആത്യന്തിക ലക്ഷ്യമായ ആ നിർഗുണ ഭക്തിയിലേക്ക് ഗുണത്തിനതീതമായ ഒരു രൂപത്തിൽ നിന്നും മാറി ഈശ്വരനെ പ്രപഞ്ചമായി കാണാനായിട്ട്, ഈ പ്രപഞ്ചമായിട്ട് ഭഗവാനെ അറിയാൻ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനായിട്ട് അതെങ്ങനെയാണ് പടിപടിയായിട്ട് വളർന്നു വരിക? സഗുണ ഭക്തിയിൽ നിന്നും നിർഗുണ ഭക്തനായിട്ട് എങ്ങനെയാണ് നമ്മൾ പടിപടിയായി മാറുക? അതിനുള്ള വഴിയാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ശ്ലോകം ഇന്നലെ കേട്ടു. നിഷേവിതേന അനിമിത്തേന സ്വധർമ്മേണ മഹീയസ ക്രിയായോഗ്യേന ശസ്തേന നാദിഹിംസ്രേണ നിത്യശഃ. അതായത് നമ്മളുടെ നിക്ഷിപ്തമായ കർമ്മം ഉണ്ടല്ലോ, ഇന്ന ആളായിട്ട് ജനിച്ച ആ ജീവിക്കുമ്പോൾ ഇപ്പം ഒരു ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും മകൾ എന്ന നിലയിലും സഹോദരി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും നമ്മൾ ഏത് പോസ്റ്റൊക്കെയാണോ വഹിക്കുന്നത്, നമുക്ക് അതിനൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് അല്ലേ. ഈ കർമ്മങ്ങൾ നമ്മളിൽ ഇന്ന ആളായി ജനിക്കണമെന്നും ഒന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെ വന്നത്. അപ്പോൾ നമ്മളിൽ നിയതമായി വിധിക്കപ്പെട്ട കർമ്മങ്ങളാണ്. അത് ആത്മാർത്ഥമായിട്ട് ഫലേച്ഛയില്ലാതെ നിഷ്കാമമായിട്ട് ചെയ്യുക. അവരിൽ കൊടുക്കുന്നവരിൽ നിന്നും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അവരെന്നെ പരിഗണിക്കണം, അവരെന്നെ മനസ്സിലാക്കണം, സ്നേഹിക്കണം, ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമമായ കർമ്മം ചെയ്യുക. അതോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠമായ മംഗളകരമായ രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഈശ്വര വിഗ്രഹത്തെ സാത്വികമായ രീതിയിൽ, ഹിംസയില്ലാതെ, അതിര് കടന്ന ഹിംസയില്ലാതെ സാത്വികമായ രീതിയിൽ പൂജാതി ദ്രവ്യങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുകയും ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന്. നിർഗുണ ഭക്തിയിലേക്ക് എത്താൻ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. എല്ലാ കർമ്മങ്ങളും വൃത്തിയായും ആത്മാർത്ഥമായും നിഷ്കാമമായും ചെയ്യുക. ഒപ്പം നമ്മുടെ വീട്ടിൽ ഭഗവാന്റെ ഒരു വിഗ്രഹം വെച്ച്, ഒരു ഫോട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നിത്യവും സാത്വികമായ രീതിയിൽ, അത് സാത്വികം എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാലോ, നമ്മൾ ഗീത പഠിച്ചവരാണ്. തിരിച്ച് ഒന്നും ആഗ്രഹിക്കാതെ ഉള്ള ഭക്തി, അതാണ് സാത്വികം എന്ന് പറയുന്നത്. ഏത് കർമ്മമാണെങ്കിലും ഞാനല്ല ഈശ്വരനാണ് എന്ന ഭാവത്തോടു കൂടി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായി ചെയ്യുന്നതിനെയാണ് സാത്വികം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൂടുതൽ അതിര് കടന്ന ഹിംസയൊന്നുമില്ലാതെ സാത്വികമായ രീതിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിത്യവും വിളക്ക് വെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു നാമജപം, അതാണ് ആദ്യം അനുഷ്ഠിക്കേണ്ടത്. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് 16-ാമത്തെ ശ്ലോകം. മദ്ദിഷ്ണ്യ ദർശന സ്പർശ പൂജ സ്തുതി അഭിവന്ദനൈ ഭൂതേഷു മദ്ഭാവനയാ സത്വേന അസംഗമേന ച. മദ്ദിഷ്ണ്യ, എൻ്റെ വിഗ്രഹം, ദർശന, നിത്യവും ദർശിക്കാൻ. അതായത് ഭഗവാന്റെ വിഗ്രഹം വെച്ച് എന്താ പറയുക, പ്രകൃതിയിൽ പ്രാണ ഊർജത്തെ വിധിപ്രകാരമുള്ള മന്ത്രജപത്തിലൂടെ പ്രാണ ഊർജത്തെ ആവാഹിച്ച് ഇരുത്തിയിരിക്കുന്ന ഈശ്വര വിഗ്രഹം ക്ഷേത്രത്തിലാണല്ലോ ഉണ്ടാവുക. നമ്മൾ വീട്ടിൽ വെക്കുന്നത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല, വിളക്ക് വെച്ച് നാമജപം മാത്രമേ ഉള്ളൂ. ക്ഷേത്രങ്ങളിൽ ആ പ്രാണശക്തിയെ വിധിപ്രകാരം കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് അതിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് എൻ്റെ വിഗ്രഹത്തെ പറ്റുന്ന സമയത്തൊക്കെ പോയി ദർശനം കാണുക. ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുക. സ്പർശനം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ വിഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിത്യവും ഒന്ന് തൊട്ട്, പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക. അപ്പോൾ ഒന്ന് സ്പർശിക്കുക ആ വിഗ്രഹത്തിൽ, അല്ലെങ്കിൽ ആ തുടച്ച് വൃത്തിയാക്കി ഒന്ന് തൊട്ട് പൂമാലയൊക്കെ അണിയിച്ച് ഒന്ന് വൃത്തിയാക്കി സ്പർശനം ചെയ്യുക. പൂജ, നിത്യവും പൂജിക്കുക, സ്തുതിക്കുക. നല്ല നല്ല മന്ത്രങ്ങൾ, നാമജപങ്ങളും വെച്ച് ഭഗവാനെ നിത്യവും സ്തുതിക്കുക. അഭിവന്ദനേ, അതായത് നിത്യവും ഒന്ന് നമസ്കരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഭൂതേഷു മദ്ഭാവനയ, എല്ലാ ജീവജാലങ്ങളിലും ഞാൻ തന്നെയാണ്, മദ്ഭാവ, ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് എന്ന ഭാവത്തിലായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം ഞാൻ ഈ നിത്യവും തുടയ്ക്കുക, നമസ്കരിക്കുക, തൊട്ട് നമസ്കരിക്കുക, കാണുക,
പൂജിക്കുക, സ്തുതിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഈ വിഗ്രഹത്തിൽ മാത്രമല്ല, അതിലുമുണ്ടായ ഈശ്വരൻ. എന്നാൽ അതിൽ മാത്രമല്ല, ഈ ചെയ്യുന്ന എന്നിലും ഈ സർവ പ്രപഞ്ചത്തിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്നത് ആ ഒരേ ഈശ്വരൻ തന്നെ എന്ന ഭാവത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോഴും സകലത്തിലും എല്ലാ ജീവനിലും ജീവസത്തകളിലും എന്നെ കണ്ടുകൊണ്ട് സത്വേന സാത്വികമായ രീതിയിൽ ഭഗവാനെ ഉപാസിച്ച് അസംഗമേന എന്ന് വെച്ചാൽ എന്താ, ഒന്നിനോടും സംഘമില്ലാതെ വിരക്തനായിട്ടിരിക്കുകയാണ്. സംഘം ചേരുക, ഒട്ടിച്ചേരുക, മമത. അസംഗം എന്ന് വെച്ചാൽ മമതയില്ലാത്തവനായി തീരുക. ഈ മമത എപ്പോഴാണ് വരിക എന്നറിയോ? മമത ഉണ്ടാവുന്നതിൻ്റെ കാരണം ഈ ഭേദചിന്തയുണ്ടാവുമ്പോഴാണ് മമത വരിക. ഭേദചിന്ത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മമത എന്ന് വെച്ചാൽ എന്താ, അറ്റാച്ച്മെൻറ്റ്. ഇപ്പോൾ സ്വന്തം കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്, സ്വന്തം എൻ്റെ ഫാമിലി, എൻ്റെ ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, മക്കൾ. അപ്പം അത് എൻ്റെ സ്വന്തമായി കാണുന്നു. അപ്പുറത്ത് ആ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്തുള്ളവർ വേറെ ആരൊക്കെയോ ആളുകൾ. അപ്പം ഇവരാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഭേദചിന്ത വന്നില്ലേ? അപ്പം അറ്റാച്ച്മെൻറ്റ്, മമത വരുന്നത് ഈ ഭേദചിന്തയിൽ നിന്നാണ്. ഇതും ഞാനും അവരും ഈ പട്ടിയും പൂച്ചയും സകല ചരാചരങ്ങളും എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത് അനുഭവിക്കുന്നത്, ഇതെല്ലാം ഒരേ ഈശ്വരാംശമാണ് എന്ന് കരുതുന്നിടത്ത് മമതയില്ല. അപ്പോൾ ആ മമതയില്ലാത്ത അവസ്ഥ, അതാണ് വിരക്തി. അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വരുന്ന ഒരു ഭാവത്തിലേക്ക് മനസ്സെത്തുന്നു. അപ്പോൾ പൂജ നിയതമായ കർമ്മങ്ങൾ ആദ്യം ചെയ്യുക, സാത്വികമായ രീതിയിൽ ഭഗവാനെ പൂജിക്കുക, ക്ഷേത്ര ദർശനം ചെയ്യുക, നിത്യവും നാമജപവും നമസ്കാരവും ചെയ്യുക. ഒപ്പം മനസ്സ് ഞാൻ പൂജിക്കുന്ന ഈ വിഗ്രഹത്തിലും എന്നിലും സർവചരാചരങ്ങളിലും ഇതേ ഒരേ ഈശ്വരൻ തന്നെ എന്ന് അറിഞ്ഞ മനോഭാവത്തോടു കൂടി ഇരിക്കുമ്പോൾ അറ്റാച്ച്മെൻറ്റിൽ നിന്നും മുക്തനാകുന്നു. മനസ്സിലായില്ലേ? അസംഗമേനച, അത് രണ്ടാമത്. അടുത്തത് എന്താ അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ എല്ലാ ചരാചരങ്ങളെയും ഒരുപോലെ എല്ലാവരിലും ഇരിക്കുന്നത്, ഇപ്പം വിഗ്രഹത്തിലും എന്നിലും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ശക്തിയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഏകഭാവം, അദ്വൈതം എന്നതിനെ പറയും. ഈ അദ്വൈത ഭാവം വെക്കുമ്പോഴും മനസ്സിൽ ആ ഭാവം വെക്കാം, പക്ഷേ പ്രകടിപ്പിക്കുമ്പോൾ, പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിൽ പ്രകടിപ്പിക്കണമെന്ന്. മനസ്സിൽ എല്ലാം ഒന്നാണെന്നുള്ള ഏകചിന്ത, ഏകത്വം, അദ്വൈതം വയ്ക്കുക. പക്ഷേ പുറമേക്ക് കാണിക്കുമ്പോൾ ആ ഓരോരുത്തർക്കും അർഹതപ്പെട്ട രീതിയിൽ വേണം നമ്മൾ ആ ഏകഭാവത്തെ പുറത്തേക്ക് കാണിക്കാൻ. എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റും. ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീയിൽ മകളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, കൂട്ടുകാരിയുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അച്ഛനോട് അമ്മോടും പെരുമാറുന്ന പോലെയല്ല ഒരു മകളുടെ സ്നേഹമല്ല ഭർത്താവിന് കൊടുക്കുന്ന സ്നേഹമല്ല മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹമല്ല സഹോദരന്മാരോട്, ആ സ്നേഹമല്ല സുഹൃത്തുക്കളോട്, അല്ലേ? എന്ന് കരുതി ഇതെല്ലാം സ്നേഹമല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം ബേസിക്കലി സ്നേഹമാണ്. പക്ഷെ പല വിധത്തിൽ അർഹിക്കുന്ന രീതിയിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ടതായ രീതിയിലാണ് അതിന് കൊടുക്കുന്നത്, അല്ലേ? എന്നും അതുപോലെ കർത്തവ്യങ്ങളും ഇതുപോലെ എല്ലാം ഒന്നാണെന്ന് കാണുന്നു, ഏകഭാവം, പക്ഷേ അത് ഉള്ളിൽ കാണുന്നു. പക്ഷേ ആ ഏകത്വം ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോൾ അർഹതപ്പെട്ട രീതിയിൽ വേണം അത് കൊടുക്കാൻ. ഉദാഹരണം, ഇപ്പം ഈ ശ്ലോകം കേൾക്കുമ്പോൾ മനസ്സിലാവും. ശ്ലോകം 17: മഹതാം ബഹുമാനേന ദീനാനാം അനുകമ്പയ മൈത്ര്യാച്ച ഏവ ആത്മതുല്യേഷു യമേന നിയമേന ച. മഹതാം ബഹുമാനേന, മഹത്തുക്കളായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം, തൊട്ട് നമസ്കരിക്കണം, പാദം തൊട്ട് നമസ്കരിക്കുക, അങ്ങനെ ബഹുമാനിക്കുക അവരെ. ദീനാനാം അനുകമ്പയ എന്ന പാവപ്പെട്ടവർക്ക് വേണ്ടത് നമ്മുടെ ബഹുമാനമാണോ? വളരെ മോശമായി വിശന്ന് ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ബഹുമാനമല്ല വേണ്ടത്, നമ്മളിൽ നിന്നൊരു സഹായ ഹസ്തം, അല്ലേ? നമ്മൾ കുറേ റെസ്പെക്റ്റ് കൊടുത്ത് അവർക്ക് അവരുടെ വിഷമം മാറുമോ? ഇല്ല. അവരോട് നമ്മൾ കാണിക്കുന്ന, എന്നാൽ ആ മഹത്തായിട്ടുള്ള വ്യക്തിയോടും ഈ പാവപ്പെട്ടവനോടും ഇതൊക്കെ ഒന്ന് തന്നെയാണെന്നറിയാം. പക്ഷേ മഹത്തായ വ്യക്തിക്ക് നമ്മൾ കുറേ പൈസയും ഭക്ഷണം മേടിച്ചു കൊടുത്ത് സഹായിക്കേണ്ട, അവർക്ക് കൊടുക്കേണ്ടത് റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്. എന്നാൽ ഒരു ദരിദ്രനായ ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ കുറേ ബഹുമാനം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവന് വേണ്ടത് ഒരു നേരത്തെ ഭക്ഷണ, നമ്മുടെ ഒരു കൈ സഹായമാണ്, അത് അവർക്ക് കൊടുക്കുക. അതാണ് പല രീതിയിലാണ് അത്
അർഹിക്കുന്ന രീതിയിൽ അത് പ്രകടിപ്പിക്കണം എന്ന് പറയുന്നത്. മൈത്രിയാം ച ഏവ ആത്മതുല്യേഷു തനിക്ക് തുല്യമായവരോട് മൈത്രീഭാവം, അതായത് സൗഹൃദഭാവം വെച്ച് പുലർത്തുക. നമ്മളെപ്പോലെ തുല്യമായിട്ട് നിൽക്കുന്ന, നമ്മളെപ്പോലെ എല്ലാം കൊണ്ടും ജീവിത രീതിയിലും എല്ലാം മനസ്സുകൊണ്ടൊക്കെ നമുക്ക് തുല്യമായിട്ടുള്ളവരോട് സൗഹൃദഭാവം വയ്ക്കുക. അവരെന്നേക്കാളും മുകളിലേക്ക് കയറുമോ, എന്നേക്കാളും എന്തെങ്കിലും കീഴ്പോട്ട് പോവോ, അവൻ്റെ കുറ്റം കണ്ടുപിടിക്കാനോ ഒന്നുമല്ല, അവരോട് സൗഹൃദം വയ്ക്കുക. അങ്ങനെ യമേന നിയമേന ച, യമനിയമാദികളെ പരിശീലിക്കുക എന്ന് വെച്ചാൽ യമവും നിയമവും എന്താണെന്ന് നമുക്കറിയാലോ, അഷ്ടാംഗ യോഗത്തിൽ പഠിച്ചു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുള്ള തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ ഇന്ദ്രിയ നിഗ്രഹം, അതായത് ഇന്ദ്രിയങ്ങളെ ഒതുക്കുക. കണ്ണുകൊണ്ട് പല കാഴ്ചയും ലോകത്ത് നമ്മൾ കാണും, ചെവി കൊണ്ട് പലതും കേൾക്കും, പലതും ശ്വസിക്കും, പലതും നമ്മൾ സ്പർശിക്കും, പല അനുഭവങ്ങളും നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നാലെയൊന്നും മനസ്സ് പോണ്ട. കണ്ണും മൂക്കും ചെവിയും കാതും പൂട്ടിക്കെട്ടി നടക്കാൻ പറ്റില്ല. ഇതൊക്കെ തുറന്നിരിക്കുകയാണ് പുറമേക്ക്, പക്ഷേ അത് കണ്ട് മനസ്സ് പുറമേക്ക് തുറന്നിരിക്കരുത്. മനസ്സിലായതാണ് ഈ ഇന്ദ്രിയങ്ങളെ അടക്കുക, യമനിയമാദികളും ശീലിക്കുക. അപ്പോൾ നിർഗുണ ഭക്തിയിൽ എത്താനുള്ള വഴികൾ പറഞ്ഞു തരുന്നുണ്ടോ. ആദ്യം തന്നിൽ നിക്ഷിപ്തമായ കർമ്മം എന്തോ നമുക്കൊരു ഗുണപാഠാണ് ഭാഗവതം തരണേ അല്ലേ. നമ്മുടെ ഡ്യൂട്ടി എന്താണോ അത് ആത്മാർത്ഥമായിട്ട് നിഷ്കാമമായി ചെയ്യുക. ഒപ്പം ചെറിയ രീതിയിൽ വിഗ്രഹാരാധന ചെയ്യുക, നാമം ജപിക്കുക, പ്രാർത്ഥന, വിളക്ക് വെപ്പ്, കഴിയുന്ന പോലെ ക്ഷേത്ര ദർശനം ചെയ്യുക, നാമജപം, സ്തുതി, പൂജ സമർപ്പിക്കുക, ഭഗവാനെ നമസ്കരിക്കുക. ഒപ്പം ഈ ഈശ്വരനിൽ, ഈ വിഗ്രഹത്തിൽ ഞാൻ കാണുന്ന ഈശ്വരൻ അത് എന്നിലുമുണ്ട്, സർവചരാചരങ്ങളിലുമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർക്കാൻ പറ്റുന്നത് ആരെയായിരിക്കും? പ്രഹ്ലാദ മഹാപ്രഭുവിനെ ആയിരിക്കും അല്ലേ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭഗവാൻ ഈ തൂണിലും തുരുമ്പിലും ഓരോ മൺതരിയിലും ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്ന മഹാപ്രഭുവാണ് പ്രഹ്ലാദൻ. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തി കണ്ടില്ലേ, അതാണ്. എന്നും ഭഗവാന്റെ ഉത്തമ ഭക്തൻ ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരേ ആദ്യം പറയാനുള്ളൂ, പ്രഹ്ലാദൻ്റെ ഭക്തി. അതല്ലേ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപം ശമിക്കാതെ സർവ്വതും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവും മഹേശ്വരനും മറ്റ് ദേവന്മാരും ഒക്കെ ലക്ഷ്മി ദേവിയോട് വരെ പറഞ്ഞു, ഒന്ന് പറയൂ അദ്ദേഹത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കാൻ. ലക്ഷ്മി ദേവി പറഞ്ഞു, എന്നെ കൊണ്ടാവില്ല എന്നൊന്നും. എല്ലാവരും ശ്രമിച്ചിട്ട് പറ്റണില്ല. അവസാനം നാരദ മഹർഷിയാണ് പ്രഹ്ലാദനോട് പറയാൻ പറയൂന്ന്. പ്രഹ്ലാദൻ പോയി ഭഗവാനെ അങ്ങ് അടങ്ങിയാലും കോപം ശമിപ്പിച്ചാലും ശാന്തനാവൂ എന്ന് പറഞ്ഞപ്പോഴാണ് നരസിംഹമൂർത്തി ആ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ എന്ന്. ലക്ഷ്മി ദേവിയുടെ ശബ്ദം പോലും ഭഗവാൻ കേട്ടില്ല എന്ന്. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തിയോടുള്ള ഭഗവാന്റെ ഒരു സ്നേഹം, ഞാൻ നിന്റെ ദാസനാണെന്നാണ് പ്രഹ്ലാദനോട് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഭക്തി, സർവ്വതിലും എന്നെ കാണുന്ന ഭക്തി. ഭഗവാൻ അതേ വേണ്ടു, വേറൊന്നും വേണ്ട. മനസ്സിൽ ആ ഒരു ഭാവം, നമ്മൾ ഈ പറയുന്ന ഭേദചിന്തയും പല പല വിധത്തിലുള്ള ആചാരം, അത് തൊടാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമങ്ങളും, ഇതൊന്നുമല്ല ഭക്തി. എല്ലാത്തിലും എന്നെ കാണുന്നതില്ലേ, ആ വ്യത്യാസങ്ങളില്ലാത്ത ഭക്തി. ഇത് ഞാനല്ല പറയുന്നത്, ഭാഗവതാണ് പറയുന്നത്. എന്നെഴുതി വെച്ച ഭാഗവതം, വ്യാസദേവൻ എഴുതി വെച്ച ഭാഗവതം പറയുന്നതാണെന്ന് ആലോചിക്കും. അപ്പം അതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയെ സർവചരാചരങ്ങളെയും ഒന്നായി കാണുന്ന അദ്വൈതമാകുന്ന ഭക്തി. ആ ഭക്തിയിൽ കാണുമ്പോൾ തന്നെ അത് പുറമേക്ക് പ്രകടിപ്പിക്കുന്നത് ഓരോരുത്തർക്കും അർഹതപ്പെട്ട രീതിയിൽ അതിനെ പുറമേക്ക് പ്രകടിപ്പിച്ചും കൊടുക്കണം. മഹത്തുക്കളെ കാണുമ്പോൾ ബഹുമാനിക്കുക, പാവപ്പെട്ടവരെ കാണുമ്പോൾ കഴിയുന്ന രീതിയിൽ സഹായിക്കുക, തനിക്കൊത്തവരെ കാണുമ്പോൾ സൗഹൃദ ബന്ധം വയ്ക്കുക. അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെയാണ് നിർഗുണ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ് പറയുന്നത്. ശ്ലോകം 18. അങ്ങനെ ആധ്യാത്മിക അനുശ്രവണാത് നാമസങ്കീർത്തനാത് ച മേ ആർജവേന ആര്യസംഖ്യേന നിരഹംക്രിയയാ തഥാ. ആധ്യാത്മിക അനുശ്രവണാത്, ഒപ്പം ആധ്യാത്മികമായ കാര്യങ്ങൾ പരമാവധി ദിവസവും കേൾക്കാൻ ശ്രമിക്കുക. അനുശ്രവണാത് കണ്ടോ, നിർഗുണം ലൗകിക ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും പാലിച്ചു പോകേണ്ട സാധനകളെയാണ് പറയുന്നത്. കണ്ടോ, സാധനകൾ നിത്യവും പരിശീലിക്കുന്നവർക്ക് മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. സാധന തെറ്റിച്ചാൽ പോയി. ഒരുവിധമൊക്കെ ജീവിതത്തിലെ ഒരു 60% പ്രശ്നത്തെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ നിത്യജീവിതത്തിൽ സാധന അനുഷ്ഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സാധന, നാമജപം, വിളക്ക് വയ്ക്കൽ, സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യൽ, മെഡിറ്റേഷൻ, കുറച്ചു നേരത്തെ ധ്യാനം, പരിശീലനം, ഇങ്ങനെയുള്ള സാധനകൾ മുറ തെറ്റാതെ ചെയ്യുന്നവർക്ക് കുറേയൊക്കെ ജീവിത പ്രതിസന്ധികളെ തരണം, ബാലൻസ് ചെയ്ത് മനസ്സംയമനം പാലിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സാധനകളാണ് ഇവിടെ പറയുന്നത്.
ആധ്യാത്മികമായ കാര്യങ്ങൾ നിത്യവും കുറച്ചു നേരമെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. നാമസങ്കീർത്തനാത് ച മേ, എന്നെ ഭഗവാനെ ഇങ്ങനെ കീർത്തിക്കുക, നാമം ജപിക്കുക. ആർജവേന ആര്യസംഖ്യേന, ആർജവേന നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിൽ പെരുമാറുക. കളങ്കം എന്തെങ്കിലും ഒന്ന് ഉള്ളി വെച്ചുകൊണ്ട് അല്ല, സത്യസന്ധമായ രീതിയിൽ സംസാരിക്കുക, ചിന്തിക്കുക, പറയുക. ഇനി ആര്യസംഖ്യേന, സജ്ജനങ്ങളുമായിട്ട് സംഘം ചേരുക, കൂട്ടുപിടിക്കുന്നത് ആരെയാണോ ആ സ്വഭാവമായി പോകും നമ്മളറിയാതെ അല്ലേ. 21 ദിവസം ഒരാളെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചിന്താഗതി നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അയാൾ സംസാരിക്കുന്ന അയാളുടെ മാനറിസങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങും. അതാണ് ആ സംഘം ചേരുന്നത്. സജ്ജനങ്ങളുമായി സംഘം ചേരുക. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് നമ്മളിലേക്കും പകരും. നിരഹങ്ക്രിയയാ, അഹങ്കാരം ഇല്ലാണ്ട്, മിഥ്യാഹങ്കാരം, ദേഹബോധം, ഞാൻ ഈ ശരീരമാണ്, അതിൽ നിന്ന് തുടങ്ങുന്നതാണല്ലോ. അപ്പം എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ എന്നുള്ള മമത, ആ ദേഹബോധവും ഇല്ലാതെ ജീവിക്കുക. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തഥാ, അപ്രകാരം ജീവിക്കുമ്പോൾ, ശ്ലോകം 19, മദ്ധർപ്പണ ഗുണൈ ഏതേ പരിസംശുദ്ധ ആശയ പുരുഷസ്യ അഞ്ജസ അഭ്യേതി ശ്രുതിമാത്ര ഗുണം ഹിമാം. അങ്ങനെ തഥാ അപ്രകാരം ജീവിക്കുമ്പോൾ ശ്രുതി മാത്ര ഗുണം ഹിമാം, എൻ്റെ ശ്രുതി ഗുണകഥകളെ നിത്യവും കേട്ട് മദ്ധർമ്മണ ഗുണൈ ഏതേ, ഞാൻ പറയുന്ന എൻ്റെ ഭഗവത് കഥകൾ ഇങ്ങനെ നിത്യവും കേട്ട് ഞാൻ പറയുന്ന ആ മദ്ധർമ്മണ, എൻ്റെ ധർമ്മങ്ങൾ, ഞാൻ പറയുന്ന ധർമ്മം എന്തോ അതനുസരിച്ച് ജീവിക്കുമ്പോൾ ഗുണ ഏതേ, ഇപ്രകാരമുള്ള ഗുണങ്ങളിലൂടെ പരിസംശുദ്ധ, ഒരുവൻ്റെ മനസ്സ് ശുദ്ധമായിട്ട്, ആശയ, അവൻ്റെ ചിത്തം, അവൻ്റെ അവബോധം, പുരുഷസ്യ, ഒരുവൻ്റെ മനസ്സ് ചിത്തം അല്ലെങ്കിൽ അവബോധം, അഞ്ജസ അഭ്യേതി, അഞ്ജസ വളരെ പെട്ടെന്ന് തന്നെ എന്നെ അഭ്യേതി പ്രാപിക്കുന്നു. അപ്പൊ ആ നിർഗുണ ഭക്തിയിലേക്ക് അവൻ എത്തിച്ചേരുന്നു എന്നർത്ഥം. ഇപ്രകാരം ഭഗവത് കഥകൾ നിത്യവും കേൾക്കുക, നാമം ജപിക്കുക, സാധനകൾ അനുഷ്ഠിക്കുക. അതുപോലെ ഭഗവാൻ പറയുന്ന ആ ധർമ്മം ഉണ്ടല്ലോ, ഭഗവാന്റെ ധർമ്മങ്ങൾ, അത് അനുഷ്ഠിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി അധികം താമസിയാതെ തന്നെ ആ നിർഗുണ ഭക്തനായി തീരുന്നു, എന്നെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിർഗുണ ഭക്തിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ആ ജീവിതചര്യ, ആ സാധന എന്താണെന്നാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞു തന്നത്. ഇനി ശ്ലോകം 20, യഥാ വാദരഥ ഗ്രാണം ആവൃത്തെ ഗന്ധ ആശയാത് ഏവം യോഗരഥം ചേതഃ ആത്മാനാം അവികാരീയത്. യഥാ, എപ്രകാരം, അതിനൊരു ഉദാഹരണം പറയാൻ കേട്ടോ, എപ്രകാരമാണോ ഗന്ധ ആശയാത്ത്, ഗന്ധം ഒരു സ്മെല്ല്, ഒരു മണം, ആശയാത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ഭവസ്ഥാനത്ത് നിന്ന്, വാദരഥ കാറ്റതിനെ വഹിച്ചുകൊണ്ട് പോയിട്ട്, ഇങ്ങനെ കാറ്റിലൂടെ പോയിട്ട്, ഗ്രാണം ആവൃത്തെ മൂക്കിനെ പ്രാപിക്കുന്നത്, ഒരു സ്മെല്ല്, ഒരു ഗന്ധം, അതിൻ്റെ ഉദ്ഭവം, അത് എവിടെ നിന്നാണോ ഉദ്ഭവിച്ചത്. ഇപ്പോൾ ഒരു പൂവ് വിരിയുമ്പോൾ അതിൻ്റെ ഉദ്ഭവസ്ഥാനം ആ പൂവിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ മണം. ആ ഗന്ധം ഇങ്ങനെ കാറ്റ് വഹിച്ചു കൊണ്ടുപോയി നമ്മുടെ മൂക്കിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ സ്മെല്ല്, ആ ഗന്ധം കിട്ടുന്നത്. ഇതുപോലെ ഏവം, ഇപ്രകാരം ഏതൊരു മനുഷ്യൻ്റെ മനസ്സ് യോഗരഥം, യോഗം, ഭക്തിയോഗത്തിലൂടെ ഭഗവാനുമായിട്ട് ഒന്നാവുക, യോഗരഥം പ്രാപിക്കുമ്പോൾ ചേതഃ, ആ മനസ്സ്, ആത്മാനാം, എല്ലാ ചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവിനെ, അവികാരി, വികാരങ്ങളില്ലാത്ത, മാറ്റമില്ലാത്ത ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു. അപ്പൊ ഭക്തിയാണ് ആ കാറ്റ്. ഒരുവന്റെ മനസ്സിനെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോയിട്ട് പരമാത്മാവിലേക്ക് എത്തിക്കുന്ന ആ കാറ്റുപോലെ വഹിച്ചു കൊണ്ടുപോയത് ഭക്തിയാണ്. മനസ്സിലായില്ലേ? ഗന്ധമാകുന്ന മനസ്സിനെ കാറ്റ് വഹിച്ചു കൊണ്ടുപോയി മൂക്കിലേക്ക് എത്തിക്കുന്നത് പോലെ മനസ്സിനെ ഭക്തിയാണ് വഹിച്ചു കൊണ്ടുപോയിട്ട് പരമാത്മാവിലേക്ക് എത്തിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ സഗുണത്തിൽ തുടങ്ങി നിർഗുണ ഭക്തിയിൽ എത്തി, അങ്ങനെ അവൻ ജീവാത്മാവ് സ്വയം സാക്ഷാത്കൃതമായിട്ട് പരമാത്മാവാണ് ഞാൻ എന്നറിഞ്ഞ് ലയിക്കുന്നു. ശ്ലോകം 21, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിതഃ സദാ തം അവജ്ഞയാ മാം മർത്യ കുരുതേ അർച്ച വിഡംബനം. വളരെ ഹൃദയമായ ഒരു ശ്ലോകട്ട, ശ്രദ്ധിച്ചോളൂ. അഹം,
ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ ഇനി ആരോടും പറയാം ഇത് കേട്ടാ. അഹം ഞാൻ സർവേഷു ഭൂതേഷു സർവചരാചരങ്ങളിലും ഭൂതാത്മാ ജീവാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു സദാ എല്ലായ്പ്പോഴും. അങ്ങനെയുള്ള മാം എന്നെ അവജ്ഞയാ കാണാതെ, ഞാൻ ജീവാത്മസ്വരൂപനായി സർവചരാചരങ്ങളെന്ന് പറഞ്ഞാൽ ചലനമുള്ളതും ചലനമില്ലാത്തതുമായ എല്ലാത്തിൻ്റെ ഉള്ളിലും ജീവനായിട്ട് ജീവാത്മസ്വരൂപനായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്നെ അവജ്ഞയാ അറിയാതെ അവഗണിച്ചിട്ട് കുരുതേ അർച്ച വിഡംബനം, എൻ്റെ വിഗ്രഹത്തെ ഞാനെടുത്ത ആ ജീവാത്മാവ് എടുത്ത ഒരു ശരീരരൂപമായ ആ വിഗ്രഹത്തിൽ എന്നെ കണ്ട് അർച്ച പൂജാതി ദ്രവ്യങ്ങൾ അർപ്പിച്ചു കുരുതേ പൂജിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം? ഞാൻ ആ വിഗ്രഹത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടുകൊണ്ട് ഒരുവൻ എൻ്റെ മുന്നിൽ പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ച് പൂജിച്ചിട്ട് എന്താ കാര്യം? ആ വിഗ്രഹത്തിലിരിക്കുന്ന ജീവാത്മാവാകുന്ന ആള് തന്നെയാണ് ഈ പൂജിക്കുന്ന ആളിലും സർവചരാചരങ്ങളിലും ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകലതിൻ്റെ ഉള്ളിലും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന എന്നെ പുറത്തൊരാളോട് ദേഷ്യപ്പെട്ട് വഴക്കിട്ട് തല്ലുകൂടി അയാളെ കുറെ മുറിവേൽപ്പിച്ച് വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ മുറിവേൽപ്പിച്ച് ഇവിടെ വന്നിരുന്ന് പൂജിച്ചിട്ട് എന്ത് കാര്യം? ആ ശരീരം വഹിച്ചതും ഒരേ ജീവാത്മാവാണ്, എൻ്റെയും ഈ വിഗ്രഹത്തിലിരുന്നതും ഒരേ ജീവാത്മാവാണ്. അപ്പോൾ സകലത്തിലും ഇരിക്കണ എന്നെ കാണാണ്ട് വേറൊരാളെ വാക്കാലോ മനസ്സാലോ പ്രവൃത്തിയാലോ വേദനിപ്പിച്ചിട്ട് എല്ലാത്തിനെയും ഒരേപോലെ എല്ലാത്തിലും ഇരിക്കുന്ന എന്നെ കാണാതെ പൂജാമുറിയിൽ വന്നിരുന്ന് എൻ്റെ വിഗ്രഹത്തിൽ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ന്? വിഗ്രഹത്തിൽ മാത്രമായി ഈശ്വരനെ കാണുന്നതാണോ ഭക്തി എന്ന് ഭാഗവതം തന്നെ ചോദിക്കുന്നു. ശ്ലോകം 22. യഹമാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനം ഈശ്വരം ഹിത്വാ അർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മനീ ഏവ ജുഹോതി സഹ. യഹമാം ഒരുവൻ സർവേഷു ഭൂതേഷു സർവചരാചരങ്ങളിലും സന്തം എന്ന് വെച്ചാൽ ഇരിക്കുക, ആത്മാനാം ഈശ്വര സർവചരാചരങ്ങളിലും ഈ ജീവാത്മാവായിട്ടും ഇരിക്കുകയും യഹ ഏതൊരുവൻ മാം എന്നെ, അപ്പോൾ ഏതൊരുവനാണോ എന്നെ സർവചരാചരങ്ങളുടെ ഉള്ളിലും ജീവാത്മാവായിട്ട് ഇരിക്കുകയും ഈശ്വരം അതോടൊപ്പം ഈശ്വരനായിരിക്കുകയും, ജീവാത്മാവാണ് ഈശ്വരൻ ആ ഭഗവാൻ, അങ്ങനെ ഇരിക്കുന്ന എന്നെ ഹിത്വ അവഗണിച്ചിട്ട് അർച്ചാം ഭജതേ എൻ്റെ വിഗ്രഹത്തിനെ പൂജിച്ചാൽ മൗഢ്യാത്ത് അജ്ഞത കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എൻ്റെ വിഗ്രഹത്തെ പൂജിക്കുന്നത് ഏതുപോലെ എന്നാ പറയണേ? ഭസ്മനീ ഏവ ജുഹോതി ചാരത്തിൽ കൊണ്ടുപോയി ഹോമം ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ ഹോമം ചെയ്യുമ്പോൾ പൂജാദ്രവ്യങ്ങൾ എന്തിലേക്കാണ് ഇടുന്നത്? നമ്മൾ ചാരത്തിലേക്കാണോ അഗ്നിയിലേക്കാണോ? അഗ്നിയിലേക്കാണ് പൂജാദ്രവ്യങ്ങൾ ഇടേണ്ടത് അല്ലേ? ഇത് ചാരത്തിൽ കൊണ്ടുപോയി പൂജാദ്രവ്യങ്ങൾ ഇടുന്നതിന് ഹോമം അർപ്പിക്കുന്നതിന് തുല്യമാണെന്ന്. വല്ല ഫലമുണ്ടോ? അത് അവിടെ തന്നെ കിടക്കും അല്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ സർവചരാചരങ്ങളുടെ ഉള്ളിലും ജീവാത്മാവായിട്ട് വസിക്കുന്ന എന്നെ ഈശ്വരനും, ആ ജീവാത്മാവാണ് ഈശ്വരൻ. നമ്മൾ ഈ പല പല പേരിൽ വിളിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആ ജീവാത്മാവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എന്നെ കാണില്ല, ആ എല്ലാത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നെ കാണില്ല. എന്നിട്ട് ഇതൊക്കെ നല്ലത്, ഇതൊക്കെ ഇതൊക്കെ നല്ല സ്ഥലങ്ങൾ, ഇതൊക്കെ പൊട്ട സ്ഥലങ്ങൾ, ഇതൊക്കെ നല്ല ദിവസങ്ങൾ, ഇതൊക്കെ ഇപ്പം മോശം ദിവസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഭേദചിന്തയോടുകൂടി ജീവിച്ചിട്ട് എല്ലാത്തിലും ഇരിക്കണ എന്നെ അവഗണിച്ചിട്ട് എൻ്റെ വിഗ്രഹത്തിൻ്റെ മുകളിൽ പൂജാദ്രവ്യങ്ങളും പുഷ്പങ്ങളും അർപ്പിച്ച് പൂജിച്ചാൽ അത് വെറും ഒരു എന്താ പറയുക ചാരത്തിലേക്ക് ഹോമദ്രവ്യങ്ങൾ പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുന്നതിന് തുല്യമാണെന്ന്. അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോഴാണ് പൂജയാകുന്നത്. അഗ്നിയിലേക്ക് അർപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന പൂജാദ്രവ്യങ്ങളൊന്നും ഹോമം എന്താ പറയുക ചാരമാവില്ല. ഇത് വെറും ചാരത്തിലേക്കാണ് ഇടുന്നത് എന്ന പോലെ, അതായത് നിഷ്ഫലമായി പോകുന്നു. നമ്മൾ എത്ര പൂജിച്ചാലും നാമം ജപിച്ചാലും അത് നിഷ്ഫലമായി പോകുന്നു. ചിലർ കണ്ടിട്ടില്ലേ, ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്തൊക്കെ വഴിപാടുകൾ ചെയ്തു, എന്നിട്ടും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ ഭഗവാൻ എവിടെ ഇരിക്കണേ?
പുറത്താണ് ഒരു വിഗ്രഹത്തിലിരിക്കണേ. ഞാൻ ദിവസവും കാര്യസാധ്യത്തിനായിട്ട് ഇങ്ങനെ പൂജിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിക്കുക, ഒക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് ദുഃഖം തീരണില്ല, എന്നിട്ടും ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നില്ല. ഈശ്വര തത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്. അപ്പം അങ്ങനെ ഭഗവാനെ പൂജിച്ചിട്ട് നമ്മൾ വിഗ്രഹാരാധന മോശമായൊരു കാര്യം അല്ലെങ്കിൽ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. വിഗ്രഹാരാധന ചെയ്യുന്നത് ഈശ്വര തത്വം എന്താണെന്ന് അറിഞ്ഞ് ചെയ്യണം എന്നാണ് ഭാഗവതം പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. വിഗ്രഹാരാധന വേണ്ട എന്നല്ല, അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മഹർഷി സഗുണ ഭക്തിയെ കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കുമോ? കപില വാസുദേവൻ പറയില്ലല്ലോ. വിഗ്രഹാരാധന വേണം, പക്ഷെ അത് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? ഈശ്വര തത്വം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം വിഗ്രഹാരാധന. സർവ പ്രപഞ്ചത്തിലുമുള്ള ചരാചരങ്ങളെയും കൊണ്ടുപോയി നമുക്ക് പൂജിക്കാൻ പറ്റുമോ? ഞാൻ ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സത്യമാണെന്ന് അറിയുന്നു എന്ന് കരുതി എനിക്ക് തൂണിനെയും തുരുമ്പിനെയും പൂവിനെയും പുഴുവിനെയും എല്ലാ മനുഷ്യരെയും കൊണ്ട് നിങ്ങൾ ഈശ്വരനാണെന്ന് പൂജിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, എന്നിലും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരനെ എനിക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, സാധാരണ മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് അത്രയും ചെറുതല്ലേ. അപ്പം നമ്മുടെ മനസ്സൊന്ന് ഏകാഗ്രപ്പെടാൻ, എനിക്ക് പൂജിക്കാൻ, ഞാൻ ആ ഭഗവാനെ ഒരു വിഗ്രഹ രൂപത്തിൽ കണ്ടു പൂജിക്കുന്നു. ഈ ധാരണ, ഈ ഒരു സങ്കല്പം വെച്ചുകൊണ്ട് വേണം പൂജിക്കാൻ. അല്ലാതെ ഞാൻ പൂജിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ, സർവേശ്വരൻ ഈ വിഗ്രഹത്തിലാണ് ഇരിക്കുന്നത് എന്നല്ല വിചാരിക്കേണ്ടത്. അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഈശ്വരൻ ഇരിക്കുന്നിടം വിശുദ്ധിയുള്ള സ്ഥലം, പുറത്തേക്കിറങ്ങിയ മോശം സ്ഥലം. ഈ ദ്വൈതഭാവത്തിൽ നിന്നാണ് ഇന്നതൊക്കെ നല്ലത്, ഇന്നതൊക്കെ മോശം എന്ന് നമുക്ക് തോന്നുന്നത്. സർവ്വതിലും ഈശ്വരനാണ് ഇരിക്കുന്നത് എന്ന് കരുതി നോക്കൂ. ആ ഈശ്വരനെ നമ്മുടെ മനസ്സ് ചെറുതായതുകൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി എല്ലായിടത്തും പോയി പൂജിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു വിഗ്രഹത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചു നോക്കൂ. അപ്പോൾ അദ്വൈതമായി. അതാണ്. അപ്പം തത്വം ഈശ്വര തത്വത്തെ അറിഞ്ഞ് സഗുണ ആരാധന ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ വിഗ്രഹാരാധന ചെയ്യരുത്, അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്നല്ല. അതും തത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണ് അതിന് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ചാരത്തിൽ അർപ്പിച്ച ഹോമം പോലെയായിരിക്കും, ഹോമദ്രവ്യം പോലെയായിരിക്കും ആ കർമ്മം എന്നാണ് പറഞ്ഞത്. ശ്ലോകം 23. ദ്വിഷദഃ പരകായേ മാനിനഃ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തിം ഋച്ഛതി. പരകായേ എന്ന് വെച്ചാൽ വേറൊരാളുടെ ശരീരത്തിൽ ഇരിക്കുന്ന എന്നെ, മാനിനഹ മാനിക്കാതെ, ഭിന്നദർശിനഹ വ്യത്യസ്ത, ഇത് വേറൊരാള്, ഞാൻ വേറൊരാള് എന്ന ഭാവത്തോടെ, അതാണ് ഭേദചിന്തയോടെ, ദ്വിഷദഃ എന്ന് വെച്ചാൽ അവരെ വെറുക്കുക, അവരോട് ഒരു വെറുപ്പ് അല്ലെങ്കിൽ അവരോട് ഒരു അഹം ബുദ്ധി അല്ലെങ്കിൽ അവരോട് ഒരു അസൂയ വെച്ച് പുലർത്തിയാൽ, ഭൂതേഷു ബദ്ധവൈരസ്യ, അങ്ങനെയുള്ളവൻ്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് നേരെ ഒരു ബദ്ധവൈര്യം, ഒരു ശത്രുതാ മനോഭാവം വളരുകയും ന മനഃശാന്തി ഋച്ഛതി, അവൻ ഒരിക്കലും മനഃശാന്തി കിട്ടുകയും കിട്ടില്ല അവന്. അപ്പോൾ വേറൊരാളുടെ മനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കുക. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ പക്ഷികളുടെയും മത്സ്യങ്ങളുടെയൊക്കെ വാല്യൂ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ കാഴ്ചപ്പാട് തന്നെ, മനുഷ്യരോട് തന്നെയുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? അവൻ വേറെ, ഞാൻ വേറെ. ഒരു ബന്ധമില്ലാത്ത ആൾക്കാരോടൊന്നും ഒരു ബന്ധവുമില്ല. അവരൊക്കെ വേറെ ആൾക്കാർ, ഞാൻ വേറെ ആള്. അപ്പോൾ അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത എനിക്കുണ്ടായാൽ, അവരിപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ, വേറൊരാൾ പറഞ്ഞറിഞ്ഞാൽ, നമുക്ക് അവരോട് ഭയങ്കര അസ്വസ്ഥത മനസ്സിൽ തോന്നുന്നു അല്ലേ? ഭയങ്കര ദേഷ്യം, ഭയങ്കര വെറുപ്പ്. അവരടുത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര വെറുപ്പും ദേഷ്യവും ഒക്കെ മനസ്സിലേ തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കാന്നറിയോ? അവരുടെ മനസ്വസ്ഥത നഷ്ടപ്പെടും. സത്യമല്ലേ? അവരുടെ മനഃശാന്തി അതോടുകൂടി പോകുന്നു. പിന്നീട് ഒരിക്കലും അവർക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് അസ്വസ്ഥത വെച്ച് പുലർത്തുമ്പോൾ അവർക്ക് മനഃശാന്തി കിട്ടില്ല എന്ന്. അപ്പോൾ മനഃശാന്തി കിട്ടണമെങ്കിൽ എന്താ ചെയ്യാം? മോശമായ രീതിയിൽ നമ്മളെക്കുറിച്ച് പറയുകയോ നമ്മോട് സംസാരിക്കുകയോ വേറൊരാളോട് നമ്മളെക്കുറിച്ച് പറയുകയോ ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കണത് എന്താ?
ഞാൻ എൻ്റെ നാവ് കടിച്ചത് താഴത്തെ പല്ലും മുകളിലത്തെ പല്ലും കൂടി കൂട്ടി കടിച്ചാൽ എനിക്ക് ഈ താഴത്തെ പല്ലിനെയോ മുകളിലത്തെ പല്ലിനെയോ അടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് രണ്ടും, താഴെയുള്ളതും മുകളിലുള്ളതും എൻ്റെ പല്ല് തന്നെയാണ്. ആരോട് ചോദിക്കാനാ എന്ന് പറഞ്ഞതുപോലെ ആ വ്യക്തി ശരീരമാണ് സംസാരിച്ചത്. പക്ഷെ ശരീരത്തെ സംസാരിപ്പിക്കാൻ ആ ശരീരം സ്വീകരിച്ചു വന്നൊരു ജീവചൈതന്യമുണ്ട്, ജീവാത്മാവ്. അതും എന്നിലിരിക്കുന്ന ജീവാത്മാവ് ഒരേ ഈശ്വരനാ. ഒരേ ഈശ്വരൻ 2 ശരീരരൂപത്തിൽ വന്നു, അത്രേ ഉള്ളൂ. ഒരേ ജീവാത്മാവ് 2 ശരീരരൂപത്തിൽ വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെയും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങനെയാവാനുള്ള കാരണം എന്താ? മനസ്സ് വിഭിന്നമാവാനുള്ള കാരണം എന്താ? കപില മഹർഷി പറഞ്ഞിരുന്നു, ത്രിഗുണങ്ങൾ അല്ലേ? മനസ്സ് ത്രിഗുണാത്മകമാണ്, അതുകൊണ്ട് ഭിന്നഭാവമായിരിക്കും അല്ലേ? അപ്പോ ആ വ്യക്തിയോട് ആ സംസാരിച്ചത് ശരീരമാണെങ്കിൽ ആ ചൈതന്യമാരാ? ഒരേ എന്നിലും അവനിലും ഇരിക്കുന്ന ഒരേ ചൈതന്യം എന്ന ഭേദഭാവം വരുമ്പോൾ ഈ മുകളിലെ പല്ലും താഴിലെ പല്ലും നിരകളും കൂടി നാവ് കടിച്ച് ആരോട് ചോദിക്കാൻ? രണ്ടിലും, എന്നിലും അവനിലും ഒരേ ശക്തിയാ. പിന്നെ ആരോട് ചോദിക്കാൻ? ആരോട് ദേഷ്യപ്പെടാൻ? ആരോടും ദേഷ്യപ്പെടാനില്ല. അവനും ഈശ്വരാംശം തന്നെ. ആ ശരീരത്തിലിരുന്ന് ഭഗവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിനെ, എൻ്റെ മനോതലത്തെ കൂടുതൽ മെച്യൂരിറ്റിയിലേക്ക് കാരണം എത്തിക്കാൻ വേണ്ടിയാണ്. കാരണം എന്താ? സ്മൂത്തായിട്ട് ജീവിച്ചു പോകുന്നതിനേക്കാളും മനസ്സ് പാകപ്പെടുക കുറച്ച് കഷ്ടതകളിലൂടെയൊക്കെ ജീവിച്ചു പോകുന്നവൻ്റെ മനസ്സായിരിക്കും അല്ലേ? വളരെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ചെറുതായിട്ടൊന്ന് കാലിടറുമ്പോഴേക്കും തളർന്നു പോകും. ഒരുപാട് കഷ്ടനഷ്ടങ്ങളെ സഹിച്ച് വളർന്നു വന്ന ആൾ ചെറുതൊന്നും കാണുമ്പോൾ പെട്ടെന്ന് തളരില്ല. കാരണം അവനെ പാകപ്പെടുത്തിയത് അവൻ്റെ ജീവിതാനുഭവങ്ങളാ. ഇവൻ പാകപ്പെടാതിരുന്നത് ഇവന് ജീവിതാനുഭവം ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മോശമായ രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് കർമ്മഫലം എന്ന് പറയുന്നതിന് വേറൊരു പോസിറ്റീവ് വശമുണ്ട്. കാര്യം ശരിയാണ്, അത് കർമ്മഫലമായിരിക്കാം. പക്ഷേ ഈ കർമ്മഫലം അനുഭവിക്കുന്നതിലൂടെ പുഴയിൽ കിടക്കുന്ന കല്ല് പോലെ നമ്മളിങ്ങനെ മോൾഡായിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മളിങ്ങനെ എന്താ പറയുക, ആ മെച്യൂരിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിങ്ങനെ അനുഭവിച്ച പല പല അനുഭവങ്ങളിലൂടെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, അവഗണനകൾ, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുക, കഷ്ടനഷ്ടങ്ങൾ, ദുരിതങ്ങൾ, രോഗപീഠകൾ, കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധി, വീടിനകത്തെ പ്രശ്നം, പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഇങ്ങനെ തരണം ചെയ്ത് കിടക്കുമ്പോൾ അനുഭവം ഒരുവനെ മോൾഡാക്കിയെടുക്കും അല്ലേ? അപ്പോൾ എന്നെ പാകതയിൽ എത്തിക്കാൻ ഭഗവാൻ വിതച്ചു തരുന്ന അനുഭവങ്ങളാകുന്ന വഴിയാണിത്. ആ വഴിയിലൂടെ ചവിട്ടിപ്പടഞ്ഞാൻ കടന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു പോകുമ്പോഴാണ് എൻ്റെ മനസ്സ് പക്വതയിലും പാകതയിലും എത്തുക. അപ്പോൾ വേറൊരു ശരീരത്തിലിരുന്ന് ആ നാവ് കൊണ്ട് ഞാനൊരു നെഗറ്റീവ് കാര്യം എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ ശത്രുത തോന്നരുത്. ഇനി ആ ശരീരത്തിലിരിക്കുന്നതും ഈ ശരീരത്തിലിരിക്കുന്ന ഒരേ സത്യം. ഇപ്പം നമുക്കത് മനസ്സിലായി അല്ലേ? ആ ശരീരവും ഈ ശരീരവും ചലിപ്പിക്കുന്നത് ഒരേ ഒരു പ്രകൃതി. ആ ശരീരവും ഈ ശരീരവും ഒരേ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായി. അപ്പോൾ വ്യത്യാസമില്ല. പിന്നെ എന്തുകൊണ്ട് അത് പറഞ്ഞു? ഞാൻ ഇതൊക്കെ, ആ വാക്കുകൾ, ആ ശബ്ദങ്ങൾ, അതിലൂടെ അതിലും ഇരിക്കുന്നത് ഭഗവാനാ. എന്നെ ഇങ്ങനെ പാകപ്പെടുത്തിയെടുക്കാൻ അർജുനനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഭഗവാൻ കൊടുത്ത് നിർത്തിയത് എന്തിനാ? ആ പ്രതിസന്ധിയാണ് അർജുനന് ഭഗവത്ഗീത കേൾക്കാൻ, ഭഗവാനെ തന്നെ ഗുരുവായി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാക്കിയത്. വേറെ ആർക്കും കിട്ടിയില്ലല്ലോ ഭാഗ്യം. അപ്പം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ആരാണോ അനുഭവിക്കുന്നത് അവനാണ് ഭഗവാനെ പോലും ഗുരുവായി, അവൻ്റെ സമീപമാണ് ഭഗവാൻ. ഭഗവാനെ പോലും ഗുരുവായി കിട്ടാനുള്ള ഭാഗ്യം അർജുനന് കിട്ടാൻ കാരണം ഏറ്റവും വലിയ ജീവിത പ്രതിസന്ധി അർജുനനാണ് അനുഭവിച്ചത്. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് നമ്മളെ മോൾഡാക്കി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടെ ബാലൻസ് ചെയ്ത് കടക്കാൻ കഴിഞ്ഞ അവൻ വിജയിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈശ്വരൻ എന്ന തത്വത്തെ സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ജയിച്ചാലും തോറ്റാലും, ജീവിതത്തിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും, ജയിച്ചാലും തോറ്റാലും, എന്തിലാണെങ്കിലും ഒരാൾ പറയുന്ന, നമ്മളെക്കുറിച്ച് പറയുന്ന മോശം കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു വേദന, അസുഖത്തിൽ, ആരോഗ്യത്തിൽ, എല്ലാത്തിലും ഈശ്വരനെ കാണുക എന്ന ഒരു ഭാവം കൊണ്ടുവരുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് ബാലൻസ്ഡ് ആവാൻ തുടങ്ങും. അതൊന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും മനസ്സ് വളരെയധികം ബാലൻസിങ്ങിലേക്ക് ഇങ്ങനെ പതുക്കെ വരുന്നത്. നമ്മൾ തന്നെ ഒരു 6 മാസം കഴിഞ്ഞ് അയ്യോ പഴയ ഞാനല്ലല്ലോ, ഞാൻ എത്രമാത്രം മാറിയിരിക്കുന്നു, എത്ര സ്വസ്ഥത എനിക്കിപ്പോൾ. മറ്റത് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ 4 ദിവസത്തേക്ക് ഉറക്കണ്ടാവില്ല. അതന്നെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ എത്ര വേണ്ടാന്ന് വെച്ചാലും മനസ്സിൽ കൂടെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും
സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഇത് ആ നെഗറ്റീവ് കേട്ട കാര്യത്തിൽ ഞാൻ അതിലും ഈശ്വരനെ കാണാൻ തുടങ്ങിയപ്പോൾ ഇപ്പം എത്ര സമാധാനം എനിക്ക്, എത്ര സ്വസ്ഥത എനിക്ക്, എന്തൊരു ഭാരക്കുറവാ ഫീൽ ചെയ്യുന്നത്. നമുക്ക് തന്നെ ആ വ്യത്യാസം മനസ്സിലാവും. അതാണ് അദ്വൈതത്തിൻ്റെ മേന്മ. ദ്വൈതത്തിലില്ലാത്ത അദ്വൈതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഇതാണ്. ഒരു എല്ലാത്തിലും ആ ഈശ്വരാംശത്തെ കാണുക. നിർഗുണ ഭക്തിയുടെയും അദ്വൈതത്തിൻ്റെയും മഹത്വം എന്ന് പറയുന്നത് അതാണ്. അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരിലും ഇരിക്കുന്ന എന്നെ അറിയാതെ മറ്റുള്ളവരോട് ദേഷ്യവും വെറുപ്പും അസൂയയും വെച്ച് പുലർത്തുമ്പോൾ അവന് ഈ ജീവിതത്തിൽ ഒരിക്കലും മനഃശാന്തി കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശ്ലോകം 24 എന്ന് കരുതിയിട്ട് എന്താ പറയുക, വിഗ്രഹാരാധന ചെയ്യണ്ട, അല്ലെങ്കിൽ നിർഗുണ ഭക്തി മാത്രമേ പാടുള്ളൂ എന്നും പറയുന്നില്ല. അതിലൂടെ കടന്നിട്ട് നിർഗുണ ഭക്തിയിലേക്ക് എത്തുക, അതിൻ്റെ തത്വം അറിഞ്ഞോട്ട് വിഗ്രഹാരാധന ചെയ്യുക എന്നാണ് പറയുന്നത്. ശ്ലോകം 24 അഹം ഉച്ച അവജൈ ദ്രവ്യൈഹി ക്രിയയാ ഉൽപ്പന്നയാ അനഘേ ന ഏവ തുഷ്യേ അർച്ചായാം ഭൂതഗ്രാമ അവമാനിനഃ. അഹം ഞാൻ ഉച്ച അവജൈ ദ്രവ്യൈഹി, ഉച്ച അവജൈ പല വിധത്തിലുള്ള വൈവിധ്യങ്ങളോടുകൂടിയ ദ്രവ്യൈഹി എന്ന് വെച്ചാൽ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭൂതഗ്രാമ അവമാനിന. അപ്പോൾ ഭൂതഗ്രാമ അവമാനിന എന്ന് വെച്ചാൽ ഭൂതഗ്രാമം മറ്റു ജീവജാലങ്ങളിലിരിക്കുന്ന മറ്റു ചരാചരങ്ങളിലൊക്കെ ഇരിക്കുന്ന എന്നെ, എല്ലാ ചരാചരങ്ങളിലും ഇരിക്കുന്ന എന്നെ അപമാനിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ കാണാതെ അവഗണിച്ചിട്ട് പല വിധത്തിലുള്ള ഉച്ച അവജൈ പല വിധത്തിലുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ട് അനഘേ എന്ന് വെച്ചാൽ അല്ലയോ പാപമുക്തയായ മാതാവേ, ക്രിയയാ ഉൽപ്പന്നയാ ഒരുവൻ പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ, ക്രിയയാ ഉൽപ്പന്നയാ എന്ന് വെച്ചാൽ ഒരു വ്യക്തി പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ അഹം ഞാൻ ന ഏവ തുഷ്യേ അതിലൊരിക്കലും പ്രസാദിക്കില്ല എന്ന്. അർച്ചായാം അതായത് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് അർച്ചിത എന്ന് വെച്ചാൽ പൂജിക്കുക, അർച്ചായാം എന്ന് വെച്ചാൽ വിഗ്രഹത്തിൽ പൂജിച്ചാൽ. സർവചരാചരങ്ങളിലും ഇരിക്കുന്ന എന്നെ അവഗണിച്ചിട്ട് പല വിധത്തിലുള്ള വില കൂടിയ പൂജാദ്രവ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് വിഗ്രഹരൂപത്തിലിരിക്കുന്ന എന്നിൽ വലിയ വലിയ എന്താ പറയുക വളരെ വിപുലമായ രീതിയിലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെ അർപ്പിച്ച് വിഗ്രഹരൂപത്തിലുള്ള എൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് എത്ര വലിയ മഹത്വമേറിയ പൂജ അർപ്പിച്ചാലും ഞാൻ ആ പൂജയിൽ ആ ഉപാസനയിൽ ഒരിക്കലും പ്രസാദിക്കില്ല എന്ന്. കാരണം മറ്റുള്ളവരെ ദുഷിച്ചും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കേരളത്തിലൊക്കെ ഒരു കാലത്ത് ക്ഷേത്ര ദർശനം പോലും താഴ്ന്ന ജാതിക്കാർക്ക് നിഷേധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഈശ്വര തത്വത്തിനേക്കാളത്തിൽ നിന്നും എത്ര പിന്നിലായിരുന്നു അന്നത്തെ മനുഷ്യൻ്റെ അറിവൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര ദർശനം പാടില്ല, എന്തൊക്കെ പല വിധത്തിലുള്ള അനാചാരങ്ങളും ആയിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ചട്ടമ്പി സ്വാമികളൊക്കെ അതിനെതിരെയൊക്കെ എത്രമാത്രം പോരാടിയിട്ടുള്ള മഹത് വ്യക്തികളായിരുന്നു. കാരണം അവരൊക്കെ ഈ ഒരു ദർശനം കിട്ടിയവരാണ്, ഈ ഒരു തത്വത്തെ അറിഞ്ഞ മഹാത്മാക്കളായിരുന്നു അവരൊക്കെ. അപ്പോൾ സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ആ ഈശ്വരനെ കാണാതെ ഭഗവാൻ ഒരു വിഗ്രഹത്തിൽ മാത്രമായിട്ട് കണ്ട് ഒതുക്കിക്കൂട്ടി വലിയ പൂജാദ്രവ്യങ്ങളൊക്കെ മേടിച്ച് വലിയ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്താലും അവനിൽ ഞാൻ ഒരിക്കലും പ്രസാദിക്കില്ല. കാരണം ഇത്രയും വലിയ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ തന്നെ നിയന്താവായിട്ടുള്ള ഈശ്വരനെ ഒരു ചെറിയ വിഗ്രഹത്തിലേക്ക് മാത്രം കണ്ടുകൊണ്ട് ഒതുക്കി കളയുന്ന മനുഷ്യൻ്റെ അഹങ്കാരം എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അത് അവരിൽ ഞാൻ ഒരിക്കലും പ്രസാദിക്കില്ല. ശ്ലോകം 25 എന്നാൽ ആദൗ അർച്ചയേത് താവതീശ്വരം മാം സ്വകർമ്മകൃത് യാവത് ന വേദ സുഹൃതി സർവഭൂതേഷു അവസ്ഥിതം. ആദൗ അർച്ചയേത് താവത് ഈശ്വരം മാം സ്വകർമ്മകൃത് യാവത് ന വേദ സുഹൃതി സർവഭൂതേഷു അവസ്ഥിതം. എന്നാൽ വിഗ്രഹത്തെ പൂജിക്കുന്നത് വേണ്ട എന്ന് പറയുന്നില്ല എന്ന്. അതിനൊരു സമയമുണ്ട്, ആ സമയമാണ് പറയുന്നത്. അതായത് ഒരു വിഗ്രഹത്തെ വെച്ച് നാമം ജപിച്ച് പൂജിക്കുന്ന ഒരു ഭക്തി ഉണ്ടല്ലോ, സഗുണ ഭക്തിയുടെ ആരംഭഘട്ടം, അത് വേണ്ട എന്നല്ല പറയുന്നത്. അത് ഏത് കാലം വരെ ചെയ്യണം എന്നാണ് കേട്ടോ ഈ ശ്ലോകത്തിൽ പറയുന്നത്. സർവഭൂതേഷു അവസ്ഥിതം സർവചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ യാവത് ന വേദ സുഹൃതി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ, സ്വന്തം ഹൃദയത്തിൽ യാവത് ന വേദ യാവത്
യാവത് എന്ന് വെച്ചാൽ എത്രയോ കാലം എന്നാ വേദ അറിയുന്നില്ലയോ. അപ്പോൾ സർവചരാചരങ്ങളിലും ജീവാത്മാവായിട്ടിരിക്കുന്ന ആ ഈശ്വരനെ, ആ ഭഗവാനെ സ്വന്തം ഹൃദയത്തിലും ഇരിക്കുന്ന ആ ഈശ്വരനെ അറിയാതെ എത്ര കാലം, അതൊന്നും അറിയാതെ ഭഗവാൻ ഒരു വിഗ്രഹത്തിൽ, ഒരു ക്ഷേത്രത്തിൽ, ഒരു വിഗ്രഹത്തിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് എത്ര കാലം വരെയാണോ നമ്മുടെ അറിവ് അത് അങ്ങനെ നിൽക്കുന്നത്, താവത് അത്രയും കാലം ഈശ്വരനായിരിക്കുന്ന മാം എന്നെ സ്വകർമ്മകൃത്ത് എന്ന് വെച്ചാൽ അവനവനിൽ നിക്ഷിപ്തമായ കർമ്മങ്ങൾ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടും ഈശ്വരനായിരിക്കുന്ന എന്നെ അർച്ചയേത് വിഗ്രഹരൂപത്തിൽ കണ്ടുകൊണ്ട് പൂജിക്കുകയും ചെയ്യാമെന്ന്. അപ്പം അതിനൊരു കാലപരിധി വെച്ചു ഭഗവാൻ. എത്ര കാലം സഗുണ ഭക്തനായിട്ടിരിക്കാം, സഗുണോപാസന ചെയ്യാം എന്ന് വെച്ചാൽ ഈശ്വരൻ ഒരു വിഗ്രഹത്തിലായിരിക്കുന്നത്, ആ വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് പൂജിക്കാം. അതിനപ്പുറം വലിയ ചിന്തകളോ അറിവുകളോ ഒന്നുമില്ല. അത് കിട്ടാത്തോടത്തോളം കാലം എന്ന് പറയുന്നു കേട്ടോ. അതായത് സർവചരാചരങ്ങളിലും ആത്മാവായി നിറഞ്ഞിരിക്കുന്ന, തൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്ന, മനസ്സിലാക്കുന്നവൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്ന ഈശ്വരൻ ഒന്ന് തന്നെയാണ് എന്ന് അറിയാതിരിക്കുന്നത് എത്ര കാലമാണോ. അപ്പം അറിയാത്തിടത്തോളം കാലമേ അത് ചെയ്യേണ്ടതെന്ന്. അതറിയാതിരിക്കുന്നത് എത്ര കാലമാണോ അത്രയും കാലം എന്നെ ഒരു വിഗ്രഹരൂപത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പൂജിക്കാം. അതുപോലെ തന്നെ അവൻ സ്വന്തം കർമ്മങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ ആത്മാർത്ഥമായി നിഷ്കാമമായി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ബേസിക് ലെവലാണ് വിഗ്രഹാരാധന എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അതിനെ നിഷേധിക്കല്ല, അത് ആവശ്യമാണ്. ഭക്തി വളരാൻ ഒരു രൂപം ആവശ്യമാണ്, മനസ്സിന് ഇണങ്ങിയ ഒരു രൂപം ആവശ്യമാണ്. അതുകൊണ്ട് എന്നാൽ ആ ഭക്തിയുടെ ഉയർന്ന തലം നിർഗുണ ഭക്തിയാണ്. അവിടെ എത്തുന്നത് വരെ ഈശ്വരൻ എന്നിലും സർവ്വപ്രപഞ്ചത്തിലും ഒന്നാണ് എന്നറിയുന്നതുവരെ നമ്മൾ വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് നമുക്ക് പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് പൂജിക്കുകയും ചെയ്യാം. ഒപ്പം കർമ്മം ഉപേക്ഷിക്കരുതെന്ന് എല്ലായിടത്തും പ്രത്യേക അടിവരയിട്ട് പറയുന്നുണ്ട് കപില മഹർഷി. സ്വധർമ്മം, അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുകയും വേണം. ഒന്ന് വിട്ട് മറ്റേത് വിട്ട് ഇത് എന്ന് ചിന്തിക്കരുത് എന്നാണ് പറഞ്ഞത്. കാരണം ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുന്നുണ്ടോ, ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ മഹർഷീശ്വരന്മാർ 4 ആശ്രമങ്ങൾ പറഞ്ഞു വെച്ചത് അല്ലേ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥ, സന്യാസം. എന്തിനാ അങ്ങനെ പറഞ്ഞു വെച്ചേ? എല്ലാവരും മോക്ഷത്തിലേക്ക് പോക്കൂ എന്ന് പറഞ്ഞാൽ മതിയില്ലേ? ചെയ്തില്ലല്ലോ. ബ്രഹ്മചര്യമുണ്ട്, ഗാർഹസ്ഥ്യത്തിൻ്റെ കാലത്ത് ആ ഉത്തരവാദിത്വം ചെയ്യണം. അതുപോലെ വാനപ്രസ്ഥത്തിൻ്റെ സമയത്ത് ആ ഉത്തരവാദിത്വവും ചെയ്യണം. അപ്പോൾ ആ കർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിച്ച് പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് വിഗ്രഹത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പൂജിക്കാം. ഏതുവരെ? സർവപ്രപഞ്ചത്തിലും തന്നിലും ഇരിക്കുന്നത് ഒരേ ഒരു ഈശ്വരനാണ് അറിയുന്നത് വരെ. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദ്വൈത ചിന്തയില്ല. അങ്ങനെ ചെയ്യാൻ പാടുമോ, ഇങ്ങനെ ചെയ്യാൻ പാടുമോ, അതിൽ പറ്റുമോ, ഇതിൽ പറ്റുമോ, ഒരു ദ്വൈതവും പിന്നെ ഇല്ല. ഏത് ദിക്കിലേക്ക് നോക്കിയാലും, ഏത് വസ്തുവിനെ കണ്ടാലും, മോശമായ വസ്തു, നല്ല വസ്തു വേർതിരിവില്ല. ഏത് വസ്തുവിനെ കണ്ടാലും, ഏത് ദിക്കിലേക്ക് നോക്കിയാലും, ഏത് സമയം നോക്കിയാലും, ഏത് നിമിഷം നോക്കിയാലും സർവ്വതിലും ഈശ്വരനെ മാത്രം. ഏത് വാക്കുകൾ കേട്ടാലും, എന്ത് കണ്ടാലും, നല്ല കാഴ്ച കണ്ടാലും ചീത്ത കാഴ്ച കണ്ടാലും, നല്ലത് കേട്ടാലും ചീത്ത കേട്ടാലും, എല്ലാത്തിലും ഭഗവാനെ കാണുന്ന അദ്വൈതത്തെ അറിയുന്നത് വരെ. ഇനി ശ്ലോകം 26. ആത്മനഃ ച പരസ്യ അപി യഹ കരോതി അന്തര ഉദരം തസ്യ ഭിന്നദൃശഃ മൃത്യു വിദതേ ഭയമുൽപണം. ആത്മനഃ ച തന്നിലും, പരസ്യ അപി മറ്റുള്ളവരിലും, കരോതി അന്തര ഉദരം, കരോതി എന്ന് വെച്ചാൽ കരുതുക, അന്തര ഭേദചിന്ത കാണുന്ന, അതാണ് കരുതുമ്പോൾ, തസ്യ അവൻ, ഭിന്നദൃശ ഭേദചിന്തയുള്ളവനാകുന്നു. അവന് മൃത്യു ഭയമുൽപണം, വലിയ ഭയത്തെ ഏറ്റവും അധികം മനുഷ്യൻ ഭയക്കുന്ന മൃത്യു എന്ന് വെച്ചാൽ മൃത്യു ആയിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് അല്ലേ? ആ മൃത്യു ആയിരിക്കുന്ന എന്നെ ഞാൻ വിദതേ ഭയത്തെയാണ് നൽകുക എന്നാണ്. സർവ്വതിലും നിറഞ്ഞിരിക്കുന്നത് ഞാനാണെന്ന് കാണുന്നവന്
ജനനത്തിലും മരണത്തിലും അതിൻ്റെ ഇടയിൽ അനുഭവിക്കുന്ന സകല ദുഃഖത്തിലും സുഖത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കാത്തവൻ എന്താ സംഭവിക്കുക? അതാണ് തന്നിലും സർവ്വചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വരൻ എന്ന് കാണാത്ത ഭേദചിന്തയുള്ളവന് എന്താ സംഭവിക്കുന്നത്? മരണം എന്ന അവസ്ഥ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുത്തില്ല. അപ്പോൾ മരണം എന്ന അവസ്ഥയെ, യഥാർത്ഥത്തിൽ മരണം ഈശ്വരനാണ്, പക്ഷെ മരണം എന്ന അവസ്ഥയെ ഈശ്വരനിൽ നിന്ന് വേറിട്ട് എന്തോ ആയിട്ട് കാണുന്നത് കൊണ്ട് ഏറ്റവും അധികം അവൻ ഭയപ്പെടുന്നത് ആ മരണത്തെയായിരിക്കും. എന്നാൽ ഞാൻ തന്നെയാണ് ആ മരണം. അപ്പം ഞാൻ തന്നെയാകുന്ന മരണത്തിനെ അവൻ ഭയത്തോടെ ആയിരിക്കും കാണുകയെന്ന്. പക്ഷെ ജനനത്തിലും മരണത്തിലും ഞാനായിരിക്കണേ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജനിക്കുന്നതിലൂടെ ഞാൻ ഈശ്വരനിലൂടെ വന്നു, മരിക്കുമ്പോൾ ഞാൻ ഈശ്വരനിലേക്ക് പോകുന്നു, ഈശ്വരനിൽ നിന്ന് വന്നു ഈശ്വരനിലേക്ക് പോകുന്നു. ജനനത്തിലും മരണത്തിലും ഈശ്വരനെ കാണുന്നവന് മരണത്തെ ഭയമില്ല. മറ്റേത് മരണത്തെ ഭയക്കുന്നു, ഭേദചിന്തയുള്ളവൻ മരണത്തെ ഭയക്കുന്നു എന്നാണ് പറഞ്ഞത്. ശ്ലോകം 27. അധമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്ര്യ അഭിന്നേന ചക്ഷുഷ. അധ ആയതിനാൽ, മാം എന്നെ, സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും, ഭൂതാത്മാനാം ജീവാത്മാവായി, കൃതലയം കണ്ടിട്ട്, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവാത്മാവായി വസിക്കുന്നവനായിട്ട് എന്നെ കണ്ടിട്ട്, അർഹയേത് എന്നെ അങ്ങനെ ജീവിച്ച് എന്നെ പ്രസാദിപ്പിക്കണമെന്ന്. മനസ്സിലായ? എങ്ങനെ പ്രസാദിപ്പിക്കാം? ദാനമാനാഭ്യാം, മാനിക്കേണ്ടവരെ മാനിക്കുക, ബഹുമാനിക്കുക, ദാനം ചെയ്യേണ്ടവർക്ക് ദാനം ചെയ്യുക, മൈത്ര്യ അതായത് തന്നിക്കൊത്തവരോട് മൈത്രീഭാവം വെച്ചു പുലർത്തുക, സൗഹൃദം. അതുപോലെ അഭിന്നേന ഭേദചിന്തയില്ലാതെ എല്ലാത്തിനെയും തുല്യമായി കാണുന്ന ചക്ഷുഷ കണ്ണുകളോടെ ഉൾക്കാഴ്ചയോടെ ജീവിച്ച് എന്നെ പ്രസാദിപ്പിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് അദ്വൈതമാകുന്ന ആ അവസ്ഥയിലേക്ക് മനസ്സിനെ എടുക്കൂ. അതിന് സർവചരാചരങ്ങളിലും വസിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് കാണുക. എന്നിട്ട് എല്ലാവരെയും മാനിക്കേണ്ടവരെ മാനിക്കുക, സഹായിക്കേണ്ടവരെ സഹായിക്കുക, മൈത്രീഭാവത്തോടെ കാണേണ്ടവരെ അങ്ങനെ കാണുക. അങ്ങനെ എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു കണ്ണുകളോടെ ഉൾക്കാഴ്ചയോടുകൂടി ജീവിച്ച് എന്നെ പ്രസാദിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ഇനി ഓരോ ജീവജാലങ്ങളുടെയും ആ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്ലോകം 28. ജീവാഹ ശ്രേഷ്ഠാഹി അജീവാനാം തതഃ പ്രാണഭൃതഃ ശുഭേ തതഃ സ ചിത്ത പ്രവരഃ തതഃ ച ഇന്ദ്രിയ വൃത്തയഃ. അതായത് ജീവാഹ ശ്രേഷ്ഠ ഹി അജീവാനാം, അതായത് എല്ലാ ചരാചരങ്ങളിലും ഈശ്വരനാണ് ഇരിക്കുന്നത്. പക്ഷേ പുറമേക്ക് പ്രകടിപ്പിക്കുമ്പോൾ പല വിധത്തിൽ തുല്യമായ ഏകഭാവം വേണം, പക്ഷേ അത് ആ ഏകഭാവം പുറമേക്ക് കാണിക്കുമ്പോൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അല്ലാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ നമ്മൾ ബഹുമാനിക്കാൻ പോകരുതല്ലോ. ചിലർക്ക് നമ്മളിൽ നിന്നുള്ള ബഹുമാനമായിരിക്കാം, ചിലർക്ക് സ്നേഹമായിരിക്കാം വേണ്ടത്, ചിലർക്ക് നമ്മുടെ സഹായമായിരിക്കാം, ചിലർക്ക് നമ്മുടെ സൗഹൃദമായിരിക്കാം, ചിലർക്ക് നമ്മുടെ കരുതലായിരിക്കാം. അപ്പം കൊടുക്കേണ്ട തുല്യമായി കാണുമ്പോൾ ഓരോരുത്തരുടെയും അർഹതയനുസരിച്ച് അവരിലേക്ക് ആ തുല്യഭാവത്തെ നമ്മൾ കൊടുക്കണം. ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ അത് കൊടുക്കണം. അപ്പോൾ ആ വേർതിരിവുകൾ എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അജീവാനാം എന്ന് വെച്ചാൽ ചലിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ആ ചലനമില്ലാത്തതും ചരാചരം എന്ന് പറയില്ലേ, അപ്പോൾ ചലനമില്ലാത്ത വസ്തുക്കൾ അവയേക്കാൾ ശ്രേഷ്ഠമാകുന്നത് ജീവഹ, ചലിക്കാൻ കഴിയുന്നവയാണ് അല്ലേ. ചലനമില്ലാത്തതിനേക്കാൾ ഒരു കല്ല് എന്ന് പറയുമ്പോൾ ചലനമില്ല, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇപ്പോൾ ഒരു ചെടി. അത് വളരുന്നുണ്ട്, അപ്പം അതിന് ചലനമുണ്ട്, അത് വലുതാവുന്നുണ്ട്, അപ്പം അതിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ കല്ലിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ചെടി, ഒരു പുൽനാമ്പ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം അത് വളർന്ന് വലുതാവുന്നുണ്ട്, അപ്പം ചലനമുണ്ട്. ഇനി തതഹ അതിനേക്കാൾ പ്രാണഭൃതഃ ശുഭേ, ശുഭം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം എന്നർത്ഥം. പ്രാണഭൃതഃ എന്ന് വെച്ചാൽ അർത്ഥം ആ ഒരു ജീവന്റെ ലക്ഷണമുള്ള ജീവികൾ എന്നാണ് പറയുന്നത്. പ്രാണഭൃതഃ എന്ന് വെച്ചാൽ ജീവന്റെ ലക്ഷണമുള്ള ജീവികൾ എന്ന് പറയും. അത് ഈ എന്താണ് ജീവനുള്ളതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജീവന്റെ ലക്ഷണമുള്ളത് എന്നറിയാം. അപ്പോൾ കല്ല് എന്ന് പറയുമ്പോൾ ചലിക്കണില്ല, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ചലിക്കാൻ കഴിയുന്ന ജീവികൾ. ഇപ്പം നമ്മൾ അതിന്
ചലിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഏറ്റവും മിനിമം നമുക്ക് സസ്യങ്ങളെ, ചെടികൾ ഇങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ ചലനം സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ കല്ലിനേക്കാൾ ശ്രേഷ്ഠത അതിനുണ്ട്. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജീവൻ. അതായത് ജീവന്റെ ലക്ഷണമുള്ള ജീവികൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ജീവികളെ എടുക്കാം നമുക്ക്. അതായത് ഉറുമ്പ്, കൃമികീടങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അരിച്ചരിച്ച്, പുഴുക്കളൊക്കെ ഇങ്ങനെ അരിച്ചരിച്ചു പോകുന്നുള്ളൂ. അപ്പം ജീവന്റെ ലക്ഷണമുള്ളകൾ അത് ഒന്നും കൂടിയും സസ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള പ്രാണഭൃത, ജീവൻ ഉണ്ട് എന്ന് പുറമേക്ക് ലക്ഷണം കാണിക്കുന്ന ജീവികളാണ് ഈ പുഴു. അതൊക്കെ ഇങ്ങനെ അരിച്ചരിച്ചു പോകുന്ന, അനങ്ങുന്നുണ്ട് നമുക്ക് അല്ലെ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നത്, അത് ജീവന്റെ ലക്ഷണമാണ്. അത് പ്രകടിപ്പിക്കുന്ന ജീവികൾ സസ്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നില്ലല്ലോ, നിൽക്കണുള്ളൂ. വളരുന്നത് കൊണ്ട് ജീവനുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ജീവന്റെ ലക്ഷണം പുറമേക്ക് കാണിക്കുന്ന, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി തദഹ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് സചിത്തഹ പ്രവരഹ. പ്രവര എന്ന് വെച്ചാൽ ശ്രേഷ്ഠം, സചിത്തഹ എന്ന് വെച്ചാൽ ഒരു തരം വികസിച്ച ബോധമുള്ള ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇപ്പോൾ ഒരു പുഴു, ഉറുമ്പ് ഇതിനെ കാണുന്ന പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ബോധമുള്ള ജീവികളുണ്ട്. മൃഗങ്ങളിൽ തന്നെ കുറച്ചും കൂടി ബോധമുള്ള ജീവികളുണ്ട്. അത് ഇതിനേക്കാൾ ഒന്നും കൂടി ശ്രേഷ്ഠമാണ്. ഇപ്പോൾ ഒരു ഉറുമ്പിനേക്കാൾ കുറച്ചും കൂടി ശ്രേഷ്ഠമായിരിക്കും ഇപ്പോൾ ഒരു മുയൽ അല്ലേ, കുറച്ചും കൂടി കോഴി, മുയൽ. മനുഷ്യൻ ഇണക്കി വളർത്താം. ഉറുമ്പിനെ നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് ഇണക്കാൻ പറ്റും. കാരണം എന്താ? അവർക്കൊരു ചെറിയ ബോധമുണ്ട്. എനിക്ക് ഭക്ഷണം തരുന്ന സ്ഥലമാണ് ഇത്, ഞാൻ ഇവിടെയാണ് ഇരിക്കേണ്ടത് എന്നൊരു ബോധമുണ്ട് അവർക്ക്. അതാണ് കുറച്ചും കൂടി സചിത്ത, ഇത്തിരി ഒരു ബോധമുള്ള ജീവികൾ. അത് മറ്റേതിനേക്കാളും, ആ ജീവന്റെ ലക്ഷണമുള്ളതിനേക്കാൾ ഒന്നും കൂടി ശ്രേഷ്ഠമാണ്. ഇനി തദഹ, അതിനേക്കാൾ ഇന്ദ്രിയ വൃത്തയ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്ന ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. എന്ന് വെച്ചാൽ ഇന്ദ്രിയ വൃത്തയ എന്ന് വെച്ചാൽ ഇന്ദ്രിയ സംവേദനത്തോടു കൂടിയ ജീവികൾ എന്ന് പറയും. അതായത് ഒന്നും കൂടി നല്ല ബോധത്തെ ഉറപ്പിച്ചത്. ഇപ്പോൾ മുയലിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ബോധമുള്ള ജീവികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പശു, ആട് എന്നൊക്കെ പറയാം അല്ലേ. നാൽക്കാലികളെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അവയ്ക്ക് ഒന്നും കൂടി ഇപ്പം ഡോഗിനെയൊക്കെ നമുക്ക് ഇണക്കി വളർത്താൻ പറ്റും ഇല്ലേ. പശു, അതുപോലെ ആട്, അത് മുയലിനേക്കാൾ കൂടുതൽ ബോധമുണ്ട് അവർക്ക്. അപ്പോൾ ഒന്നും കൂടി ഇന്ദ്രിയങ്ങൾ കാണാൻ പറ്റും. കണ്ടും ഇന്ന ആൾ ഇത് എൻ്റെ ഉടമയാണെന്ന് അവന് കണ്ടറിയാൻ പറ്റും ഒരു ഡോഗാണെങ്കിൽ. ആടിനും പശുവിനൊക്കെ അതറിയാൻ പറ്റും. പക്ഷെ ഒരു മുയലിന് അത് അത്ര പെട്ടെന്ന് അറിയില്ല. അതാണ്. അപ്പോൾ കുറച്ചും കൂടി ബോധതലം ഉയർന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മണത്തറിയാനും കണ്ടറിയാനും ഒക്കെ കഴിവുള്ള ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ തലങ്ങളുണ്ട്. എല്ലാത്തിലും ഒരേ ജീവാത്മാവ് ഈശ്വരൻ. പക്ഷേ ഓരോന്നിൻ്റെയും ശ്രേഷ്ഠതയ്ക്ക് വ്യത്യാസമുണ്ട്. അതായത് തീരെ ചലനമില്ലാത്തതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ് ചലിക്കാൻ കഴിയുന്നത്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജീവന്റെ ലക്ഷണമുള്ളത്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് കുറച്ചൊരു ജീവന്റെ ബോധം, ആ ഒരു ബോധം ഉള്ള ജീവികൾ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒന്നുകൂടി ആ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇന്ദ്രിയങ്ങളുടെ സംവേദനം നടക്കുക എന്ന് പറയും. കണ്ട് ആൾക്കാരെ മനസ്സിലാക്കാൻ, മണത്ത് മനസ്സിലാക്കാനൊക്കെ കഴിവുള്ള ഇന്ദ്രിയങ്ങളോട് കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബാക്കി 29. തത്ര ആദി അഭി സ്പർശവേദിഭ്യഃ പ്രവരഃ രസവേദിനഃ തേഭ്യഃ ഗന്ധവിദഃ ശ്രേഷ്ഠാ തത ശബ്ദവിദഃ വരഃ. തത്ര അഭി, അതിൽ തന്നെ. ഇനിയിപ്പോൾ ആ ഇന്ദ്രിയ സംവേദനം എന്ന് പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങൾ നന്നായി പ്രവർത്തിച്ച് അങ്ങനെ ബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ജീവികൾ അതിലും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞില്ലേ. അതിൽ തന്നെ ഇനിയുണ്ട് വ്യത്യാസം. സ്പർശവേദിഭ്യ, സ്പർശനം അറിയാൻ കഴിയുന്ന ജീവികൾ പ്രവരഹ ശ്രേഷ്ഠ. സ്പർശനം കൊണ്ട് കാര്യങ്ങളെ അറിയുന്ന ജീവികൾ പ്രവരഹ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമാണ്. എന്ന് വെച്ചാൽ ഇപ്പം എന്താ ഉദാഹരണം പറയാം, അതിന് കണ്ണും മൂക്കും ഒന്നും ഉണ്ടാവില്ല, സ്പർശിച്ചാൽ മാത്രമേ അറിയുള്ളൂ അതിന്. അങ്ങനെയുള്ളത് കണ്ണ്, മൂക്ക്, ചെവി ഒന്നും ഇല്ലാത്ത ജീവൻ എന്ന് പറഞ്ഞാൽ, ജീവസത്ത എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായിരിക്കും, ഒരു വലിയ വൃക്ഷം അതിനെ വെട്ടുമ്പോൾ, സ്പർശിക്കുമ്പോൾ, വൃക്ഷത്തിന് അതിനെ തലോടുന്നതും അതിനെ വെട്ടുന്നതും പ്രത്യേകം അറിയാൻ പറ്റും അല്ലേ. അതിന് കണ്ണോ മൂക്കോ ചെവിയൊന്നുമില്ല, അതിനെ വെട്ടുന്നതും തലോടുന്നതും അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനെ പറഞ്ഞില്ലേ, ഒരു റോസപ്പൂവ് നോക്കിയിട്ട് നിന്നെ നശിപ്പിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കാനാണ് നീ മുള്ളുകൾ വെച്ചിരിക്കുന്നത്, ഞാൻ നിനക്ക് നിത്യവും വെള്ളം നൽകി വളമിട്ട് നിന്നെ സംരക്ഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ റോസ് അങ്ങനെ നിത്യവും അതിനോട് സംസാരിച്ച് അതിനെ പൂജിച്ചപ്പോൾ, ആ തലോടൽ കൊടുത്തപ്പോൾ, പൂജിക്കുകയല്ല അതിനെ തലോടൽ കൊടുത്തപ്പോൾ ആ റോസപ്പൂവിൻ്റെ മുള്ളുകളൊക്കെ കരിഞ്ഞ്
റോസച്ചെടിയുടെ മുള്ളുകൾ വരെ കരിഞ്ഞുപോയി എന്ന് ഒരു കഥയുണ്ട്. അതായത് ആ തലോടുന്നതും വെട്ടുന്നതും അതിന് പ്രത്യേകം അറിയാൻ പറ്റും. അപ്പം സ്പർശനം കൊണ്ട് മാത്രം അറിയാം. ഇന്ദ്രിയങ്ങളിൽ ത്വക്കിൻ്റെ സ്പർശനം കൊണ്ട് മാത്രം അറിയാവുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്ന ജീവികൾ ഒന്നുകൂടി ശ്രേഷ്ഠാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം സ്പർശനം കൊണ്ടറിയുന്നത്. ഇനി അതിൽ തന്നെ രസവേദിന, അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. രസം രുചിച്ചറിയാൻ കഴിയുന്ന ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലായില്ലേ? മത്സ്യങ്ങളൊക്കെ രുചിച്ചറിയുന്നതാ, അത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി തേഭ്യഃ, അവയേക്കാൾ ഗന്ധവിദഃ, ഗന്ധം മണത്തറിയാൻ കഴിയുന്ന ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠ. മണത്തറിയുന്നത് ആരായിരിക്കും? തേനീച്ച അല്ലേ? തേൻ ഏത് പൂവിലായിരിക്കണേന്ന് അതിന് പ്രത്യേക ഗന്ധം അതിനറിയാം. അത് പോയി മണത്തറിയാൻ കഴിയുന്ന ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇപ്പൊ ഡോഗാണെങ്കിലും മണത്തറിയാൻ പറ്റും. ഇനി തതഃ, അതിനേക്കാൾ വരഹ, ശ്രേഷ്ഠമാണ് ശബ്ദവിദഃ, ശബ്ദം കേട്ടിട്ട് ശബ്ദം കേൾക്കുന്നവിടത്തേക്ക് പാഞ്ഞെത്താൻ കഴിയുന്ന ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഡോഗ്, നായകൾ, സർപ്പങ്ങൾ, ഇതൊക്കെ ശബ്ദം ഭയങ്കര ശ്രവണശക്തിയായിരിക്കും. ശബ്ദം കേട്ടിട്ട് അവർക്ക് എത്താൻ കഴിയും. അതാണ് ശബ്ദം മാത്രം, ശബ്ദമാകുന്ന ശ്രവണശക്തി നല്ലോണമുള്ള മൃഗങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠം. അപ്പോൾ ഇന്ദ്രിയ സംവേദനം ചെയ്യാൻ കഴിവുള്ള മൃഗങ്ങൾ ശ്രേഷ്ഠമാണെങ്കിൽ അതിൽ തന്നെ സ്പർശനം ഗുണമുള്ളത് ശ്രേഷ്ഠം. അതിനേക്കാൾ ശ്രേഷ്ഠം രസഗുണം വെച്ച് അറിയുന്നത്, അതിനേക്കാൾ ശ്രേഷ്ഠം ഗന്ധം അറിഞ്ഞു പോകുന്ന മൃഗങ്ങൾ, അതിനേക്കാൾ ശ്രേഷ്ഠം ശ്രവണശക്തി കൂടുതലുള്ള ജീവികളാണ്. ഇനി 30 രൂപഭേദവിദഃ തത്ര തദഃ ച ഉഭയതഃ തദഃ, ഉഭയതഃ തദഃ തേഷാം ബഹുപദ ശ്രേഷ്ഠ ചതുഷ്പദ തദ ദ്വിപാദ. രൂപഭേദവിദഃ തത്ര തദഃ ച ഉഭയതഃ തദഃ തേഷാം ബഹുപദാഃ ശ്രേഷ്ഠ ചതുഷ്പാദ തദഃ ദ്വിപാദ്. രൂപഭേദ വിദഃ, ഇനി രൂപത്തെ അറിയാൻ കാഴ്ചശക്തി നല്ലോണമുള്ള ജീവികൾ വിദഃ കൂടുതൽ ശ്രേഷ്ഠമാണ്. അതിനേക്കാൾ ഇപ്പം ശ്രവണശക്തിയേക്കാൾ ശ്രേഷ്ഠമാണ് കാഴ്ചശക്തി കൂടുതലുള്ളത് എന്നാണ് പറയുന്നത്. തത്ര, ഇനി അവയേക്കാൾ ച ഉഭയതഃ ദദഃ, 2 താടിയും 2 ദന്തങ്ങളുമുള്ള ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. അപ്പം 2 താടി 2 ദന്തം, അപ്പം വായ, ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ജീവികൾ അത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ ഈ ആട്, നായ അതൊക്കെ അതിലൊക്കെ പെടും. പശുവൊക്കെ ഇങ്ങനെ 2 സൈഡിലും നിരകൾ, പല്ലുകളുള്ള ജീവികളാണല്ലോ, അപ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി തേഷാം, അവയേക്കാൾ ബഹുപദ ശ്രേഷ്ഠ, അനേകം കാലുകളുള്ള ജീവി, 8 കാലിയൊക്കെ പെടുത്താം നമുക്ക്. 8 കാലി കൂടുതൽ, 2 കാലിനേക്കാൾ കൂടുതലുണ്ട്. പിന്നെ മറ്റു പുഴുക്കൾ ചിലതിന് കാല് കൂടുതലുണ്ട്. അങ്ങനെ അനേകം കാലുകളുള്ള ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ചതുഷ്പാദ, 4 കാലുള്ള ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പം 4 കാലികളെ എല്ലാം പെടുത്തിക്കോളൂ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി തദഃ, അതിനേക്കാൾ ദ്വിപാദ്, 2 കാലുള്ള ജീവികൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് വെച്ചാൽ മനുഷ്യര് അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ ആ ശ്രേഷ്ഠതയ്ക്കനുസരിച്ചുള്ള വ്യത്യാസം കൊണ്ടത്തിൽ നമ്മൾ അതിനെ പരിപാലിക്കണം. നമ്മൾ അവയോടുള്ള ഏകത്വം, മനസ്സിലുള്ള ഏകത്വം പുറമേക്ക് പ്രകടിപ്പിക്കുമ്പോൾ ഈ ശ്രേഷ്ഠതയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് അർഹതപ്പെട്ട രീതിയിൽ വേണം നമ്മൾ അതിനെ പുറമേക്ക്. ഒരു മനുഷ്യനെ പിടിച്ച് ബെഡിൽ കിടത്തണ പോലെ ഒരു പാമ്പിനെ എടുത്തോട് നമുക്ക് കിടത്താൻ പറ്റുമോ? ഏകചിന്തയെന്ന് പറഞ്ഞിട്ട് ഇല്ല. വീടിനകത്തേക്ക് ഒരു പാമ്പ് കയറി കഴിഞ്ഞാൽ അവിടെ താമസിച്ചോട്ടാ എന്ന് പറയാൻ പറ്റുമോ? ഏകചിന്തയെന്ന് പറഞ്ഞിട്ട് ഇല്ല. അപ്പോൾ അർഹതപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓരോന്നിൻ്റെയും ശ്രേഷ്ഠതയ്ക്കനുസരിച്ച് അർഹതപ്പെടുന്ന, മനുഷ്യനെ പരിഗണിക്കുന്ന പോലെ ഒരു പാമ്പിനെയോ ഒരു പട്ടിയെയോ മുയലിനെയോ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അപ്പോൾ അർഹതപ്പെടുന്ന രീതിയിൽ അതിനെ പുറമേക്ക് പ്രകടിപ്പിക്കേണ്ടത്, പക്ഷെ മനസ്സിൽ അതിലെല്ലാം എന്നിലും അതിലും ഒരേ ശക്തിയാണ് എന്നുള്ള ഏകഭാവം ഉറപ്പിച്ചിട്ട് പുറമേക്ക് അതിനെ പ്രകടിപ്പിക്കേണ്ടത് അവരർഹിക്കുന്ന രീതിയിൽ വേണം അതിനെ പുറമേക്ക് പ്രകടിപ്പിക്കാൻ. അവിടെ വ്യത്യാസം വേണം, അവിടെ അദ്വൈതം കാണിക്കരുത്, അവിടെ ദ്വൈതം വേണമെന്ന് പുറമേക്ക് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ. മനസ്സിലായല്ലോ? ഇനി അതിനേക്കാൾ ശ്രേഷ്ഠം മനുഷ്യരാണെന്ന് പറഞ്ഞു. ശ്ലോകം 31. ഇനി തദഃ, അതിൽ തന്നെ വർണ്ണാശ്ച ചത്വാര തേഷാം ബ്രാഹ്മണ ഉത്തമഃ ബ്രാഹ്മണേഷു അഭിവേദജ്ഞഃ ഹി അർത്ഥജ്ഞ അഭ്യധിക തദഃ, ഹി അർത്ഥജ്ഞ അഭ്യധിക തദഃ. തദഃ, മനുഷ്യരിൽ തന്നെ വർണ്ണാശ്ച ചത്വാര, 4 വർണ്ണങ്ങളുണ്ട്. തേഷാം, അതിൽ തന്നെ ബ്രാഹ്മണഃ ഉത്തമഃ, ബ്രാഹ്മണരാണ് ഏറ്റവും ബ്രഹ്മത്തെ അറിഞ്ഞ
അറിഞ്ഞവരാണ്. പ്രകൃതി പുരുഷ ഭേദത്തെ അറിഞ്ഞ, ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ആ മനുഷ്യരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി ബ്രാഹ്മണേഷു അഭി, ബ്രാഹ്മണരിൽ തന്നെ വ്യത്യാസമുണ്ടെന്ന്. ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ജാതിയല്ല, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണ, അവരാണ് ഏറ്റവും ശ്രേഷ്ഠര് മനുഷ്യരിൽ. ഇനി ആ ബ്രാഹ്മണരിൽ തന്നെ വ്യത്യാസമുണ്ട്. വേദജ്ഞ, ബ്രാഹ്മണേഷു അഭി, ബ്രാഹ്മണരിൽ തന്നെ വേദജ്ഞ, വേദത്തെ അറിവ് നേടിയ ബ്രാഹ്മണനാണെങ്കിൽ, ആ ബ്രഹ്മത്തെ കുറിച്ച് അറിവ് നേടിയിട്ടുള്ള ആളാണെങ്കിൽ ശ്രേഷ്ഠനാണെന്ന് മനസ്സിലായ. ബ്രാഹ്മണരിൽ തന്നെ വേദജ്ഞൻ, വേദത്തെ അറിഞ്ഞവൻ ശ്രേഷ്ഠനാണ്. ഇനി അവനേക്കാൾ ശ്രേഷ്ഠനാണ് അർത്ഥജ്ഞേ അഭ്യധിക തതഹ, തതഹ എന്ന് വെച്ചാൽ അവരെക്കാൾ ശ്രേഷ്ഠനാണ് അർത്ഥജ്ഞ അഭ്യധിക. പഠിച്ചറിഞ്ഞ ഈ അറിവുണ്ടല്ലോ, അതിനെ അനുഭവിച്ചു മനസ്സിലാക്കിയത്, ജ്ഞാനത്തെ വിജ്ഞാനമാക്കിയ ബ്രാഹ്മണൻ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. അറിവ് നേടിയ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ്. അവനേക്കാൾ ശ്രേഷ്ഠമാണ് നേടിയ അറിവ് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിച്ചതിനെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി പോകുന്ന ബ്രാഹ്മണൻ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലായി. അറിവിനെ അനുഭവിച്ചറിഞ്ഞവൻ. ഇനി ശ്ലോകം 32, ഇന്നത്തെ ലാസ്റ്റ് ശ്ലോകം. അർത്ഥജ്ഞാത് സംശയച്ചേത തതഃ ശ്രേയാൻ സ്വകർമ്മകൃത് മുക്തസംഗ തതഃ ഭൂയാൻ അദോക്ത ധർമാത്മനഃ, ഭൂയാൻ അദോക്ത ധർമാത്മനഃ. അപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണരാണ് മനുഷ്യരിൽ ശ്രേഷ്ഠൻ. അതിൽ തന്നെ വേദം പഠിച്ചറിഞ്ഞവൻ ശ്രേഷ്ഠൻ. അതിനേക്കാൾ ശ്രേഷ്ഠൻ വേദത്തെ അനുഭവിച്ചറിഞ്ഞവൻ. ഇനി അർത്ഥജ്ഞാത്, വേദത്തെ അനുഭവിച്ചറിഞ്ഞവനേക്കാൾ ശ്രേഷ്ഠൻ സംശയചേത. ഒരു സംശയവുമായിട്ടൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശിഷ്യൻ്റെ സംശയം തീർത്ത് കൊടുക്കുന്ന ഗുരു, അതായത് അറിവ് നേടി അതിനെ അനുഭവിച്ചു അറിഞ്ഞു, ആ അറിവ് വെച്ച് മറ്റുള്ളവരുടെ സംശയങ്ങളെ, അറിവില്ലായ്മയെ ദൂരീകരിക്കുന്നവൻ അതിലും വലിയ ശ്രേഷ്ഠൻ. എന്ന് വെച്ചാൽ ഗുരുസ്ഥാനത്തിരിക്കുന്നവർ അതിലും വലിയ ശ്രേഷ്ഠൻ. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ശ്രേഷ്ഠൻ, അനുഭവിച്ചറിഞ്ഞവൻ അതിനേക്കാൾ ശ്രേഷ്ഠൻ. അനുഭവിച്ചറിഞ്ഞ അറിവ് ഇങ്ങനെ ഇരിക്കുകയല്ല, അനുഭവിച്ചറിഞ്ഞ ആ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ അറിവില്ലായ്മയെ, മറ്റുള്ളവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ, ആ ഗുരുസ്ഥാനത്തിരിക്കുന്നവൻ അതിലും ശ്രേഷ്ഠൻ. ഇനി തതഹ, അതിനേക്കാൾ ശ്രേയാൻ സ്വകർമ്മകൃത്ത്, ഇനി അതിനേക്കാൾ ശ്രേഷ്ഠൻ ആരാണെന്നോ? ശ്രേയാന്ന് വെച്ചാൽ ശ്രേഷ്ഠം, സ്വകർമ്മകൃത്ത്, തന്നിൽ നിക്ഷിപ്തമായ നിയതമായ കർമ്മങ്ങളെ നിഷ്കാമമായി ആത്മാർത്ഥമായിട്ട് ചെയ്യാം. നിഷ്കാമമായിട്ടല്ല, ആത്മാർത്ഥമായിട്ട് ഇതെൻ്റെ സ്വധർമ്മമാണെന്ന് കരുതി ചെയ്യുന്നവൻ അതിനേക്കാൾ ശ്രേഷ്ഠൻ. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയില്ലെങ്കിലും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായും ആത്മാർത്ഥമായും, വേണ്ടെന്ന് വെച്ചിട്ടല്ല, ആത്മാർത്ഥതയോടുകൂടി നിർവഹിക്കുന്നവൻ അതിലും ശ്രേഷ്ഠനാണെന്ന്. ഇനി അതിലും ശ്രേഷ്ഠമാണ് ധർമാത്മനഃ അദോക്തഃ. ധർമാത്മനഃ, അതായത് ഈ സ്വന്തം തന്നിൽ നിക്ഷിപ്തമായ ധർമ്മം, ആത്മാവ്, അതായത് തന്നിൽ നിക്ഷിപ്തമായ ധർമ്മത്തെ, അദോക്തഃ എന്ന് വെച്ചാൽ ഫലം ആഗ്രഹിക്കാതെ ആ കർമ്മങ്ങളെ നിഷ്കാമമായി നിർവഹിക്കുന്നവൻ അതിലും ശ്രേഷ്ഠൻ. അപ്പം ആദ്യം പറഞ്ഞത് കർമ്മകൃത്ത് എന്ന് പറഞ്ഞാൽ ഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം, പക്ഷേ ആത്മാർത്ഥമായി സ്വധർമ്മം അനുഷ്ഠിക്കുന്ന, തൻ്റെ കർമ്മങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ജോലി ചെയ്യുന്നവൻ ശ്രേഷ്ഠൻ. ഇനി അതിനേക്കാൾ ശ്രേഷ്ഠൻ ആത്മാർത്ഥതയോടൊപ്പം നിഷ്കാമമായിട്ട് അതിൻ്റെ ഫലത്തെ ആഗ്രഹിക്കാതെ വർക്ക് ചെയ്യാൻ മാത്രമേ എൻ്റെ ഉത്തരവാദിത്തമുള്ളൂ, ബാക്കിയൊക്കെ ഈശ്വര നിശ്ചയം എന്ന് വിചാരിച്ച് കർമ്മം ചെയ്ത് ആത്മാർത്ഥമായി കർമ്മം ചെയ്യുന്നവൻ ആദ്യത്തെ കർമ്മം ചെയ്യുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ഇനി അവസാനം പറയാണ് തതഹ, അതിനേക്കാൾ ശ്രേഷ്ഠനാണ് മുക്തസംഘ ഭൂയാൻ, സർവഭൗതികതയിൽ നിന്നും മനസ്സാൽ വിരക്തനായവൻ അതിനും ശ്രേഷ്ഠനാണ്. അപ്പോൾ ബ്രാഹ്മണരിൽ തന്നെ എത്ര ശ്രേഷ്ഠതയാണ് അല്ലേ? ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണരാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അതിൽ തന്നെ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ശ്രേഷ്ഠനാണ്, അനുഭവിച്ചറിഞ്ഞവൻ അതിനേക്കാൾ ശ്രേഷ്ഠനാണ്. അനുഭവിച്ചറിഞ്ഞ അറിവ് വെച്ച് മറ്റുള്ളവരുടെ സംശയങ്ങളെ ഇല്ലാതാക്കുന്ന ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവർ അതിലും ശ്രേഷ്ഠനാണ്. ഇനി അതിനും അപ്പുറം സ്വന്തം കർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുന്നവൻ ശ്രേഷ്ഠനാണ്. അതിലും അപ്പുറം ആ കർമ്മങ്ങളെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നിഷ്കാമമായി ചെയ്യുന്നവൻ അതിലും ശ്രേഷ്ഠനാണ്. ഇതിലും ശ്രേഷ്ഠനാണ് ഈ ഭൗതികമായ ലോകത്തിൽ നിന്നും മനസ്സിനുണ്ട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ മുക്തിയോടുകൂടി ജീവിക്കുന്നവൻ അതിലേറെ ശ്രേഷ്ഠനാണ്.
അപ്പോൾ ഓരോ ജീവസത്തയുടെയും ചരാചരങ്ങളുടെയും ആ ശ്രേഷ്ഠതയിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഒന്ന് തന്നെ. ആ ആശയം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം ഈ ശ്രേഷ്ഠതയിലുള്ള വ്യത്യാസം. കാരണം പുറമേക്ക് അദ്വൈതം കാണിക്കരുത്, പ്രകടിപ്പിക്കേണ്ടത് ദ്വൈതമായിരിക്കണം. എന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ അവഗണിച്ച് പണക്കാരെ ബഹുമാനിക്കണം എന്നല്ല പറയേണ്ടത്. അർഹിക്കുന്ന രീതിയിൽ നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം അവർക്ക് കൊടുക്കണം. എല്ലാവർക്കും ഒരേ സ്നേഹം. ഒരു ഡോക്ടർ തൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും ഒരേ മരുന്ന് എഴുതി കൊടുത്താൽ രോഗം മാറുമോ? ഓരോരുത്തരുടെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഘടനയനുസരിച്ച് അവരുടെ അസുഖം എന്തെന്ന് മനസ്സിലാക്കി വ്യത്യസ്തമായ മരുന്നുകൾ കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് ഫലം കിട്ടുക. പക്ഷേ ഇത് പറഞ്ഞതുപോലെ എല്ലാത്തിലും ഇരിക്കുന്ന, ചരാചരങ്ങളിൽ ഇരിക്കുന്ന ഭഗവാൻ ഈശ്വരൻ ഒന്ന് തന്നെ തന്നിലും. പക്ഷേ നമ്മൾ ആ ഏകത്വമുണ്ട് ഉള്ളിൽ. പക്ഷേ നമ്മളത് പുറമേക്ക് പ്രകടിപ്പിക്കുന്നിടത്ത് അദ്വൈതമല്ല. അവിടെ ഓരോരുത്തർക്കും അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് അർഹിക്കുന്ന രീതിയിൽ നമ്മളുടെ ആ സ്നേഹത്തെ അവരിലേക്ക് പ്രകടിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ ശ്രേഷ്ഠതയിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം.